അമേരിക്ക ഇതാരാ ഏൽപ്പിച്ചത്? ഈ ലോകത്തിന്റെ സമാധാനം അമേരിക്ക ഏൽപ്പിച്ചത്. ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഇസ്രായേൽ അല്ല, അതാ പറഞ്ഞു, ഇസ്രായേൽ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അമേരിക്ക കൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വല്ല എവിടെ നിയമമുണ്ട്? ഈ റമദാൻ മാസമല്ലേ ഇപ്പോൾ, മുസ്ലിം രാജ്യങ്ങളിലല്ലേ ഇറാൻ കയറി അടിച്ചത്? ഇറാൻ അടിച്ചത് ക്രിസ്ത്യൻ രാജ്യം, ഇസ്രായേലിനെ അടിച്ചു, ടെലവീവിൽ അടിച്ചു, പക്ഷെ അതിനേക്കാൾ കൂടുതൽ എവിടെ അടിച്ചു? ഇസ്ലാം രാഷ്ട്രങ്ങളിൽ കയറി അടിച്ചല്ലേ. ഇസ്രായേലിനെ ഇല്ലാതാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് വളരെ ഒരുമിച്ച് സൗഹൃദപരമായി പോയ രാജ്യങ്ങൾക്കെതിരെ തിരിഞ്ഞ് മതം കുത്തിക്കയറ്റി അവിടെ ആ രീതിയിലുള്ള ഒരു ഗവൺമെന്റ് കൊണ്ടുവന്ന്, അപ്പോൾ ശരിക്കും ഇത് തുടങ്ങി വെച്ചതിനെ ഇവര് പൂർത്തിയാക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. 79 വരെ 13 വയസ്സായിരുന്നു പ്രായം, കല്യാണ പ്രായം. ഇവരെന്ത് ചെയ്തു? അതിനെ കുറച്ചു എന്ന് മാത്രമല്ല, 13 വയസ്സിന് മുമ്പ് കല്യാണം കഴിച്ചത് ശിക്ഷയുമാണ്. ഒരു രാജ്യത്തിന്റെ പറ്റത്തില്ല. അപ്പൊ US ഞാൻ പറയും, US ഇതിനകത്ത് ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ട്രംപിന്റെ പ്രശ്നം എന്താണ്? ട്രംപിന് 2 ആഗ്രഹമുണ്ട് ഉണ്ടായിരുന്നു. ഒന്ന് ന്യൂക്ലിയർ അല്ല, ട്രംപിന് സമാധാനത്തിനുള്ള. ഒബാമയ്ക്ക് അവാർഡ് കിട്ടിയതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് വേണം? അന്ന് മുതലേ പുള്ളി അവാർഡ്, പ്രാഞ്ചേട്ടനായിട്ട് ആ സമയം മുതലേ പുള്ളി അവാർഡ് വാങ്ങും എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് 3 നേഷൻ ആക്കുന്നതിനെ കുറിച്ച് ചർച്ച വന്നു. സദ്ദാം ഹുസൈനെ ആക്രമിച്ചല്ലോ ഇറാഖിലെ. എന്തായിരുന്നു ബേസിക് കാര്യം? യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിലെ വെള്ളം കൂടി കണ്ടുകൊണ്ടാണ്. അതൊന്നും ആരും ചർച്ച ചെയ്യാതെ ലോകം ചർച്ച ചെയ്യാതെ പോയതൊരു വിഷയമാണ്. അതാണ് സോണിയാഗാന്ധിയൊക്കെ ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾ കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ ഈ നിശബ്ദതയും കൊള്ളാം, പക്ഷേ നിഷ്പക്ഷതയിലേക്ക് പോകുമ്പോൾ ഒരു രാജ്യത്തെ ഭരണാധികാരിയെ കയറി എന്ത് ചെയ്തു? കാരണം ഭരണാധികാരിയെ കൊന്നതിനെ എന്ത് ചെയ്യണമായിരുന്നു? അതാണ് എല്ലാ രാജ്യങ്ങളും അവരുടെ മനസ്സിൽ തോന്നി അവരപ്പടി. അപ്പൊ ഈ പുതിയ വെപ്പൺസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിലും എന്ത് വേണം? യുദ്ധം വേണം. ഇപ്പൊ നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് പരീക്ഷിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട കൂടി ഉണ്ടായിരുന്നു, ജപ്പാനെ തകർക്കാന്ന് മാത്രമല്ല. ട്രംപ് അത് യൂസ്ലെസ് ആണെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് മാത്രമല്ല, ഐക്യരാഷ്ട്രസഭ യൂസ്ലെസ്. ഐക്യരാഷ്ട്രസഭ യൂസ്ലെസ് ആണ്. അതിന് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ, നമ്മളെല്ലാം ഓക്സിജൻ ശ്വസിക്കണമല്ലോ, 75% തരുന്ന ആരാ? കടലാണ്. ഒരു കാലഘട്ടത്തിൽ ഇറാന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളായിരുന്നു ഇസ്രായേലും അമേരിക്കയും. എന്നാൽ 1979 ഇസ്രായേൽ വിപ്ലവത്തിന് ശേഷം കാര്യങ്ങളെല്ലാം തന്നെ മാറുകയായിരുന്നു. അന്ന് തുടങ്ങിയ ശത്രുത നൂറ്റാണ്ടിനപ്പുറം ഇന്നും നിലനിൽക്കുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന സംഘർഷത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മളോടൊപ്പം ഒരു വിശിഷ്ട അതിഥിയാണ് എത്തുന്നത്. സയന്റിസ്റ്റും സാമൂഹിക നിരീക്ഷകനുമായ സുഭാഷ് ചന്ദ്രബോസ് സർ, നമസ്കാരം. നമസ്കാരം സർ. നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം സുഹൃത്ത് ബന്ധത്തിലായിരുന്നു ഈ പറഞ്ഞ 3 രാജ്യങ്ങളും. നമുക്കപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ തുടങ്ങാം. എപ്പോൾ തൊട്ടാണ് ഈ ഒരു ഇസ്ലാമിക് വിപ്ലവം വന്നത് മുതലാണ് ഇറാൻ വളരെ പരസ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ നാശം തന്നെയാണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത്? അന്ന് തൊട്ടാണ് കാര്യങ്ങളെല്ലാം തന്നെ മാറി മറിഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? നമ്മൾ അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. 79 ശേഷം സമ്മതിച്ചു, ഇസ്ലാമിക് റെവല്യൂഷൻ വരുന്നു. പക്ഷേ 79 മുമ്പൊരു ചരിത്രമുണ്ട്. ഒരു വസന്തകാലവും അതിൻ്റെ പിറകിൽ വേറൊരു കഷ്ടകാലവും ദുഷ്ടകാലവും ഉണ്ടായിരുന്നു. എല്ലാ ലോകരാജ്യങ്ങളും മതത്തിൻ്റെ പേരിലോ അധികാരത്തിൻ്റെ പേരിലോ സമ്പത്തിൻ്റെ പേരിലോ പരസ്പരം പോരടിച്ചിരുന്നു. ഇതേ ഇറാൻ തന്നെ പേർഷ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നപ്പോൾ നമ്മൾ ഗ്രീക്കുമായി യുദ്ധം ചെയ്യുമായിരുന്നു. ഗ്രീക്കുമായിട്ടുള്ള സംഘർഷം നടന്നിട്ടുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 499 മുതൽ 449 വരെയുള്ള ആ വർഷക്കാലം ചർച്ച നടന്നു. പിന്നെ വലിയ യുദ്ധങ്ങൾ നടന്നിരുന്നു ആ കാലഘട്ടം. പിന്നെ ഇസ്ലാമിൻ്റെ അധിനിവേശം നടക്കുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇസ്രായേൽ തന്നെ ഉണ്ടായത് ഓട്ടോമാൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയെ ബ്രിട്ടീഷുകാർ ആദ്യം കൈകാര്യം ചെയ്യുന്നു. ബ്രിട്ടീഷുകാരിൽ നിന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെടുത്തി കൊടുക്കുന്നത് 47 മുതൽ 47 വരെ ബ്രിട്ടീഷുകാരാണ് അത് കൈകാര്യം ചെയ്തത്. അപ്പോൾ ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം ഇവരുടെ എല്ലാം തന്ത്രപ്രധാനമായൊരു സ്ഥലമാണ് ജെറുസലേം. ജെറുസലേമിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജന്മം കൊണ്ട സ്ഥലം, നബി തിരുമേനി അവസാനമായി പലായനം ചെയ്ത സ്ഥലം, യഹൂദന്മാരുടെ വിശുദ്ധ സ്ഥലം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേലും, ഇപ്പോൾ റബേക്ക പറഞ്ഞല്ലോ, ഇസ്രായേലും ഇറാനും തമ്മിൽ ചേട്ടൻ അനിയനായിരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ബാക്കി അറബ് രാജ്യങ്ങളെയും GCC രാജ്യങ്ങളെയും അതിനടുത്തുള്ള രാജ്യങ്ങളെയും ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇറാൻ ആരെ സഹായം വേണമായിരുന്നു? ഇസ്രായേൽ. തന്ത്രപ്രധാനമായ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഇസ്രായേലിൻ്റെ സഹായം വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഒരു കാലഘട്ടത്തിൽ വളരെ സൗഹൃദത്തിലൊക്കെ പോയത്. പക്ഷേ പോയതിന് ശേഷം ഭരണമാറ്റം വന്നത് മാത്രമല്ല, വേറെയും പ്രശ്നമുണ്ടായി. 79 ഒരു ഭരണമാറ്റം വന്നു.
ഭരണമാറ്റം വന്നപ്പോൾ വെറും ഒരു ഭരണമാറ്റമായിരുന്നില്ല. നമ്മൾ ഇവിടെ ചലച്ചിത്ര ഉത്സവത്തിനൊക്കെ ഇറാനിയൻ സിനിമകളൊക്കെ വളരെ മനോഹരമായ സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ വലിയ സിനിമകൾ വന്നിട്ടുള്ള സ്ഥലമാണ്. മലയാളികൾ തന്നെ ഒരുപാട് അവാർഡ് കൊടുത്തിട്ടുണ്ട് ഇറാനിയൻ സിനിമകൾക്കൊക്കെ. പക്ഷേ 79ഓടുകൂടി കർശനമായിട്ടുള്ള എന്ത് വന്നു, ഖൊമൈനിയൊക്കെ വന്നതിന് ശേഷം വളരെ കർശനമായ മതത്തിൻ്റെ എല്ലാ ചിട്ടകളും, കർശനമായ ചിട്ടകൾ അവിടെ കൊണ്ടുവന്നു. ഫക്തോ വേണം, പിന്നെ തട്ടമിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല, സിനിമ കാണാൻ പാടില്ല. സ്ത്രീകൾക്കാണ് എല്ലാം കൊടുത്ത സ്ത്രീകൾക്കെതിരെയാണ്. പിന്നെ അവർക്ക് സിനിമ കാണാൻ പാടില്ല, പാട്ട് പാടാൻ പാടില്ല, അതിനെല്ലാം കിരാതമായ നിയമങ്ങൾ. അപ്പോൾ കഴിഞ്ഞൊരു 50 വർഷത്തെ ചരിത്രം എടുത്താൽ ഒരു 500 മനുഷ്യാവകാശ പ്രവർത്തകരെങ്കിലും ആര് കൊന്നിട്ടുണ്ട്, ഈ ഇറാനിൽ ഇത് കൊന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വശത്ത് നടക്കുകയാണ്. അത് നമ്മൾ പറയുമ്പോൾ ഇന്നലെയും ഇനിയാന്നുമായിട്ട് ഖൊമൈനിയെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇപ്പോൾ യു എസുമായിട്ടുള്ള പ്രശ്നങ്ങൾ എപ്പോൾ മുതലാണ് തുടങ്ങുന്നത്? അമേരിക്കൻ എംബസി പിടിച്ചടക്കി അവിടെയുള്ള ആളുകളെയൊക്കെ കുറച്ചധികം നാൾ തടവിലാക്കിയതിന്റെയൊക്കെ ഭാഗമായിട്ട് 444 പേരെ 1979 തടവിലാക്കിയിരുന്നു. പിന്നെ ആ തടവിലാക്കിയതിന് ശേഷം പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? അന്ന് മുതലായിരിക്കണം യു എസിന് വേറെ ഒരു പക വന്നിട്ടുണ്ട്. യു എസിന് പക വരാൻ മറ്റൊരു കാര്യം കൂടെയുണ്ട്. അതാണ് ഏറ്റവും പ്രധാന പക. അതായത് ആണവായുധം ഉണ്ടാക്കും ഞങ്ങൾ, അവരൊന്ന് പറഞ്ഞു. പക്ഷേ ഉണ്ടാക്കിക്കോളൂ, പക്ഷേ നിങ്ങൾ ഊർജ്ജത്തിന് മാത്രമേ ഉണ്ടാക്കാവൂ, ഇലക്ട്രിസിറ്റിക്ക് മാത്രമേ ഉണ്ടാക്കാവൂ, അല്ലാതെ എന്തിനുണ്ടാക്കരുത്? സമ്പുഷ്ടീകരണം നടത്തരുത്, ആണവ സമ്പുഷ്ടീകരണം. 60% അതെ, അത് പറഞ്ഞ് അവർ ഒക്കെ സമ്മതിച്ചതാണ്. അവർ സമ്മതിച്ചതിന് ശേഷം എന്ത് ചെയ്തു? അതവർ വിട്ടില്ല. അവർ വീണ്ടും അതിലേക്ക് തന്നെ പോയി. ഏതിലേക്ക് തന്നെ പോയി? ഈ ആണവ സമ്പുഷ്ടീകരണത്തിലേക്ക് തന്നെ ഇറാൻ പോയി. അത് അപ്പോൾ ആ ഒരു ന്യായമായ ചോദ്യമുണ്ട്, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇസ്രായേലിനുണ്ടല്ലോ, മറ്റുള്ള പക്ഷേ ഇസ്രായേലിനുണ്ട്, അമേരിക്കയ്ക്കുണ്ട്, പല രാജ്യങ്ങൾ, ചൈന, പല രാജ്യങ്ങൾക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും കരാറിൽ വരാനും കൂടെ തയ്യാറാണ്. ഇല്ല, ഇസ്രായേൽ ഒരിക്കലും PTP എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ, ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഈ ഒരു ഒപ്പിട്ടിട്ടില്ല, പക്ഷേ വേറൊരു ചർച്ചയ്ക്ക് അവർ തയ്യാറാണ്. ഇസ്രായേൽ തയ്യാറാണ്. പക്ഷേ ഇസ്രായേലിന് പിന്നെ അതേസമയം ഇറാനെതിരെ ഉള്ള ഇസ്രായേലിൻ്റെ മറ്റൊരു ദുഃഖം, അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്ന മറ്റൊരു ന്യായം, ദുഃഖമോ ന്യായമോ മറ്റൊരു ന്യായം, ഇവർ നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ല. ആര്? ഇറാൻ. എപ്പോഴും പ്രോക്സി പരിപാടികളാണ്. പിന്നെ ഹമാസിനെ, ഹിസ്ബുള്ള, അങ്ങനെ പിന്നെ മുജാഹിദുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം പണവും ആയുധവും എല്ലാം കൊടുത്തുകൊണ്ട് വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ. ഞാൻ ഈ എഗ്രിമെന്റിനെ കുറിച്ചൊന്ന് ചോദിച്ചോട്ടെ. ഏകപക്ഷീയമായ ഒരു എഗ്രിമെന്റ് തന്നെയല്ലേ PTP? കാരണം മുമ്പ് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായിരുന്ന, ബോംബ് ഉണ്ടായിരുന്ന രാജ്യങ്ങൾക്കെല്ലാം, യുഎസിന് താല്പര്യമുള്ള രാജ്യങ്ങൾക്കും എല്ലാം അത് കയ്യിൽ വെച്ച് അവർക്ക് ഇനി ഭാവിയിൽ ആരും ത്രെറ്റ് ഉണ്ടാവരുത് എന്ന രീതിക്ക് ഏകപക്ഷീയമായി എടുത്തു. അതിന് ഇസ്രായേൽ ഒപ്പുവെച്ചിട്ടില്ല. അങ്ങനെ തന്നെയല്ലേ വരികയുള്ളൂ എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് അനുവാദം തരുന്നില്ല? 140 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് ഐക്യരാഷ്ട്രസഭയിൽ ഇതുവരെ ഇത് വീറ്റോ പവറൊന്നും കിട്ടിയില്ലല്ലോ. കാരണം അമേരിക്കയുടെ ലോക പോലീസ് പരിപാടിയും അല്ലെങ്കിൽ അവരുടെ അധീശത്വവും സാമ്രാജ്യത്വവും ഒക്കെ ഉണ്ട്. അവരത് വിട്ട് കളിക്കുന്ന ഒരു പ്രശ്നമില്ല. അത് അവരുടെ ഒരു സാമ്പത്തികമായാലും ഈ ആണവമായാലും ശാസ്ത്ര സാങ്കേതിക രംഗത്തിൽ അവരുടെ അധീശത്വം വളരെ വലുതാണ്. അതിനെ ചുറ്റിപ്പറ്റിയ പ്രശ്നങ്ങളും ഉണ്ട്. റബീക്ക പറഞ്ഞ കറക്റ്റാണ്. അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളും ലോകത്ത് വലിയൊരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് അല്ലെ പിന്നെ 2000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഇറാനെ പോയി ആക്രമിക്കാൻ പറ്റാതെ ഡയറക്റ്റ് ബോർഡറിലൊന്നും അല്ലല്ലോ ഇറാൻ കിടക്കുന്നത്. നമ്മൾ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അമേരിക്ക പറയുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്, ബാക്കി ഒരു രാജ്യവും മറ്റ് രാജ്യങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തിട്ടില്ല. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ തന്നെയാണെങ്കിലും ശത്രുത കാശ്മീരിൽ അവിടെ തീരുകയാണ്, ഇവിടെ ഒന്നും പ്രശ്നമില്ല. പക്ഷേ പരസ്യമായി ഇറാൻ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് നശിപ്പിച്ച് കളയുക, ഇസ്രായേൽ മതപരമായിട്ടുള്ള ഒരു രാജ്യം അവർ നിലനിർത്താൻ സമ്മതിക്കുകയില്ല എന്ന് പരസ്യമായി പറയുകയാണ്. അപ്പം ഇവർക്കൊക്കെ ഇസ്രായേലിന് ആണവായുധം ഉണ്ടെങ്കിലും വെപ്പൺസ് ഉണ്ടെങ്കിലും നശിപ്പിക്കാനുള്ള ഇതുണ്ടെങ്കിലും എത്രയോ വർഷക്കാലമേ അവരൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇത്തരം ഒരു ഉദ്ദേശമുള്ള ഒരു രാജ്യത്തിന്റെ പക്കൽ നാളെ ന്യൂക്ലിയർ ബോംബ് വന്നാൽ എത്രമാത്രം മറ്റ് രാജ്യങ്ങൾക്ക്, ലോകത്തിന് തന്നെ ഒരു ത്രെറ്റാണ്. അതുകൊണ്ട് ഇപ്പോഴേ തടയണം, അതിനുവേണ്ടിയാണെന്ന് കൂടി പറയുന്നുണ്ട്. അത് അങ്ങനെ പറയുന്നതിൽ അമേരിക്ക ആരെങ്കിലും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അമേരിക്ക ആരെങ്കിലും ഏൽപ്പിച്ചിരിക്കുകയാണോ ഇതെല്ലാം നോക്കാനായിട്ട്? ഐക്യരാഷ്ട്രസഭ നോക്കണം, അല്ലെങ്കിൽ കരാറുകൾ ഉണ്ടാക്കണം. എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഒന്നിൽ ആണവ കരാർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ ഏൽപ്പിക്കണം. അമേരിക്ക ഇതാരാ ഏൽപ്പിച്ചത്? ഈ ലോകത്തിൻ്റെ സമാധാനം അമേരിക്ക ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അമേരിക്ക പറയുന്നതിനകത്ത് ന്യായമൊന്നുമില്ല. അപ്പം ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഇസ്രായേൽ അല്ല, അതാ പറഞ്ഞു, ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഇസ്രായേൽ അവരോട് സപ്പോർട്ട് ചോദിച്ചുകൊണ്ടുള്ള കളിയല്ല കളി. ഇസ്രായേൽ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അമേരിക്ക കൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വല്ല എവിടെ നിയമമുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ ഒരു നിയമം ഇല്ലല്ലോ. അമേരിക്ക ഒരു വശത്ത് ലോക സമാധാനത്തിന് വേണ്ടി എന്തിന് നോബൽ പ്രൈസിന് ശ്രമിച്ച ആളല്ലേ. ഇതേ ട്രംപ് അല്ലേ ഇപ്പോൾ നോബൽ സമ്മാനം കിട്ടാത്തതിന് കരഞ്ഞത്? എന്തിനുള്ള നോബൽ സമ്മാനം?
സമാധാനത്തിനുള്ള നോബൽ സമ്മാനം. അപ്പോൾ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയും അതേസമയം മറ്റു രാജ്യത്ത് അവർ കയറി ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും കൂടെ അടി നടന്നാൽ ഇപ്പം പഹൽഗാമിൽ നമ്മൾ നേരിട്ട് യുദ്ധം ചെയ്തില്ലെങ്കിലും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണമൊക്കെ നടന്നു. എന്തായിരുന്നു ട്രംപ് എടുത്ത നിലപാട്? അദ്ദേഹം ഇവിടെ സമാധാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞു, അദ്ദേഹമാണ് കരാറുണ്ടാക്കിയത്, അതുകൊണ്ടാണ് നമ്മൾ മോഡിയെ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് പറഞ്ഞിട്ട് വളരെ രാഹുൽ ഗാന്ധിയൊക്കെ വലിയ പരിഹാസമൊക്കെ പറഞ്ഞു, സ്റ്റോപ്പ് മോദി എന്നൊക്കെ പറഞ്ഞു. ഇത് വല്ല നടന്നതാണോ? അങ്ങനെ വല്ല കാര്യമുണ്ടോ? അപ്പം ട്രംപിൻ്റെ പ്രശ്നം എന്താണ്? ട്രംപിന് രണ്ടാഗ്രഹമുണ്ട് ഉണ്ടായിരുന്നു. ഒന്ന് ന്യൂക്ലിയർ അല്ല, ട്രംപിന് സമാധാനത്തിനുള്ള ഒബാമയ്ക്ക് അവാർഡ് കിട്ടിയതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് വേണം? അന്ന് മുതലേ പുള്ളി അവാർഡ് പ്രാഞ്ചേട്ടനായിട്ട് ആ സമയം മുതലേ പുള്ളി അവാർഡ് വാങ്ങും എന്ന് പറഞ്ഞ് നടക്കുന്നു. ഒന്ന്. രണ്ടാമത്, അമേരിക്ക ഇന്ന് ലോകത്തെ ഏറ്റവും ആഭ്യന്തര ഭീഷണി നേരിടുന്ന ഒരു രാജ്യമാണ്. അവർ റിസഷൻ വരികയും അവിടുത്തെ ആരോഗ്യ പ്രോജക്റ്റുകളും അവിടെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവർക്ക് പണം കൊടുക്കാൻ, ഈ ശമ്പളം കൊടുക്കാൻ കഴിയാത്ത കുറേ പ്രശ്നങ്ങളൊക്കെ അവിടെ വന്നല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഇമേജിനൊരു കോട്ട. അപ്പോൾ ഇമേജ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എപ്പോഴും അയൽ രാജ്യങ്ങളെ അടിച്ചും സമാധാനത്തിന് ദൂതനായും മറ്റൊരു സ്ഥലത്ത് പോയി ബഹളം ഉണ്ടാക്കിയും കാരുണ്യ പ്രവർത്തനം നടത്തിയൊക്കെയാണ് ഇമേജ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അമേരിക്ക ഒരിക്കലും നമുക്ക് എന്തെങ്കിലും വിചാരിക്കാം. മാത്രമല്ല ഇറാന്റെ കൂടെ ആരും ഇല്ല. അങ്ങനെ ഒരു രാജ്യത്തിനെ അടിച്ച് ഇവർക്ക് ഒരു മാത്രമല്ല ഇവർ അങ്ങനെ ഇപ്പം ഇസ്രായേലിനോടുള്ള സ്നേഹമാണെങ്കിൽ ഇവർ UAE പോലെ GCC രാജ്യങ്ങളിൽ പോയി സൈന്യത്താവളം ഉണ്ടാക്കുന്നത് ആരെ അടിക്കാൻ? GCC രാജ്യങ്ങളിൽ പോയി ബഹ്റിനിൽ പോയി പിന്നെ കപ്പൽ പട ഉണ്ടാക്കുന്നു. അപ്പുറത്ത് മറ്റ് സൗദിയിലും സൗദി ശരിക്കും പറഞ്ഞാൽ ഈ റമദാൻ മാസമല്ലേ ഇപ്പോൾ, മുസ്ലിം രാജ്യങ്ങളിലല്ലേ ഇറാൻ കയറി അടിച്ചത്. ഇറാൻ അടിച്ചത് ക്രിസ്ത്യൻ രാജ്യം ഇസ്രായേലിനെ അടിച്ചു, ടെൽഅവീവിൽ അടിച്ചു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എവിടെ അടിച്ചു? ഇസ്ലാം രാഷ്ട്രങ്ങളിൽ കയറി അടിച്ചല്ലേ. US-ലെ എയർബേസ് നശിപ്പിക്കുക എന്നതായിരുന്നു ആദ്യത്തെ അവരുടെ ഉദ്ദേശം. അതിനുശേഷം ഇപ്പോൾ അവിടെ താമസിക്കുന്ന ജനങ്ങളെയും കൂടെ അറ്റാക്ക് ചെയ്യുന്ന, മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്കും കൂടി അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാന കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഇവരെ US-നെയും ഇസ്രായേലിനെയും എല്ലാം ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നൊരു ബുദ്ധി അതിന്റെ അടിയിലുണ്ടോ? പക്ഷെ അങ്ങനെ ഒരു ബുദ്ധി വർക്കൗട്ട് ചെയ്തില്ലല്ലോ. വർക്കൗട്ട് ചെയ്യില്ല. കാരണം ഇപ്പോൾ സംഭവിച്ചെന്താണ്? റഷ്യ ആരുടെ കൂടെ നിൽക്കുന്നു? ഇറാൻ്റെ കൂടെ വന്നില്ലേ? ഗ്രീക്ക് മറ്റവരുടെ കൂടെ വന്നു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 47 രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ആണവ ആയുധങ്ങൾ കൂടി ലോകത്ത് വന്നതിന് ശേഷം ബാലിസ്റ്റിക് മിസൈലും അതുപോലെ സാങ്കേതികവിദ്യ ഇന്ന് സാർവത്രികവൽക്കരിച്ചിരിക്കുകയാണ്. ഇന്ന് ഒരു രാജ്യത്തിന് മാത്രമായിട്ട് അതൊന്നുമില്ല. മിക്ക രാജ്യങ്ങളുടെ കയ്യിലും ഇതുണ്ട്, അല്ലെങ്കിൽ അവരുടെ സഹരാജ്യങ്ങളുടെ കയ്യിൽ സഹായിക്കുന്ന രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവർ ഇത് കാണിച്ചതുകൊണ്ട് രക്ഷപ്പെടുമോ? ഇത് ഇപ്പം ഇത്തരം സ്ട്രൈക്കുകൾ നടക്കുമ്പോൾ തന്നെ ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് സമാധാന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്ന്. അപ്പോൾ പൂർണ്ണമായും ഇവരുടെ സമ്പുഷ്ടീകരണം നിർത്തുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ ഖമേനിയെ കൊന്നതിന് ശേഷമല്ലേ സമാധാന ചർച്ച പറയുന്നത്? അവിടെ വേറെ ന്യായമുണ്ടല്ലോ. ഒരു രാജ്യത്ത് പോയി ഒരു ഭരണാധികാരിയെ കൊന്നിട്ട് പിന്നെ ചർച്ച എന്ന് പറയുന്നതിനകത്തൊരു അന്യായം ഇല്ലേ? ഭരണാധികാരി മോശമായിരിക്കും, പക്ഷെ അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതിൽ ഇവർക്കെന്താ കാര്യം? ഇപ്പം ഐക്യരാഷ്ട്ര ഞാൻ വീണ്ടും നാളെ ഇന്ത്യയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് ഇവിടെ കയറി അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രാജ്യം അനുവദിക്കത്തില്ലല്ലോ. ഇപ്പോൾ ഖമേനി മരിച്ചപ്പോൾ അവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി തെരുവിലിറങ്ങി. എന്നാൽ അദ്ദേഹത്തിന് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ കൊണ്ടും അദ്ദേഹം സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കുന്നതും മതത്തിന്റെ വല്ലാത്ത രൂപം അവിടെ പ്രവർത്തിക്കുന്നതും അവർക്ക് ഫ്രീഡം കിട്ടിയോണ്ട് അവരും വലിയ മുദ്രാവാക്യം വിളിച്ച് ലഡു കൊടുക്കുകയും പറഞ്ഞു ട്രംപിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് അവർ അടിച്ചു. പക്ഷേ അത് ദൈവത്തിനെ പോലെയാണ് ട്രംപിനെയും ഇസ്രായേലിലെ നെതന്യാഹുവിനെയും കാണുന്നത്. അപ്പോൾ പ്രശ്നം എന്താണ്? മറ്റൊരു രാജ്യത്തിന്റെ അതാണ് പറ്റത്തില്ല. അപ്പൊ US ഞാൻ പറഞ്ഞു, US-നെ ഇതിനകത്ത് ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഈ ലോകസമാധാനത്തിന്റെ കാര്യമൊന്നും ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഒന്ന്, പഴയ സോവിയറ്റ് റഷ്യ, ഇപ്പോഴത്തെ റഷ്യ അല്ല, പഴയ സോവിയറ്റ് റഷ്യയെ ഒരു പരിധിവരെ നമുക്ക് വിശ്വസിക്കാം. കാരണം അവരാരെയും കയറി അങ്ങനെ അടിക്കുകയോ ലോകത്തിന് സമാധാനം എന്നൊക്കെ വേണമെന്ന് പറയുന്ന കക്ഷിയായിരുന്നു. ഇപ്പോൾ ഇപ്പോഴത്തെ റഷ്യ അല്ല. ഇപ്പോഴത്തെ റഷ്യക്ക് ആ ഒരു കാഴ്ചപ്പാടില്ല, യുക്രൈനെയൊക്കെ അടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ലോകത്തിൻ്റെ ഈ നമ്മുടെ ആണവത്തിൻ്റെ കാര്യമായാലും അതുപോലെ തന്നെ എണ്ണ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് സാങ്ഷനുകളെ പറ്റിയാണ് അറിയേണ്ടത്. കുറേ വർഷക്കാലമായി ഇപ്പൊ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഇറാൻ എക്കോണമിക്കലി വീക്ക് ആവാൻ ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറയുന്നത് US അവർക്ക് നൽകിയ സാങ്ഷനുകളാണ്. ഓരോ കാലഘട്ടത്തിലായി അവരുടെ എക്കോണമിയെ അടിച്ച് താറുമാറാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അത് അതേ രീതിക്ക് നടന്നിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ ഒരു പവർ ആയിരുന്നു ഈ ഓയിൽ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അതിന് ബാക്കി രാജ്യങ്ങൾ തയ്യാറെടുത്താൽ കൂടിയും US-ഉമായിട്ടുള്ള നാളത്തെ ബന്ധത്തെ അത് ബാധിക്കും എന്ന രീതിയിലാക്കി അവരുടെ എക്കോണമി അത്രമാത്രം ക്രൈസിസിലാക്കി. അപ്പം ആ ഒരു ഓരോ പ്രാവശ്യം നടത്തിയ സാങ്ഷനുകൾ എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് സാറിന്? അത് അത് സാങ്ഷൻ എഫക്ട് ചെയ്തെന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ സദ്ദാം ഹുസൈനെ ആക്രമിച്ചല്ലോ ഇറാഖിൽ.
എന്തായിരുന്നു ബേസിക് കാര്യം? യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിലെ വെള്ളം കൂടി കണ്ടുകൊണ്ടാണ്. അതൊന്നും ആരും ചർച്ച ചെയ്യാതെ പോയ, ലോകം ചർച്ച ചെയ്യാതെ പോയതൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണയും ഈ അവിടുത്തെ നദികളിലെ വെള്ളവും ഒക്കെ ചേർത്ത് കൊണ്ടുള്ള സമ്മർദ്ദം കൊടുക്കുക എന്ന് പറയുന്നതാണ് എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പണി. അപ്പോൾ അതിന് ഈ പറഞ്ഞതുപോലെ സാങ്ഷനുകൾ എടുത്ത് കളയുക, സാങ്ഷൻ കൂട്ടുക, തീരുവ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ കൊണ്ട് ഇവരെ എന്താക്കി? വലിയ സമ്മർദ്ദത്തിലേക്ക് ഇവരെ കൊണ്ടുപോയി. ആ സമ്മർദ്ദത്തിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? ഊരാൻ പറ്റില്ല. അപ്പോൾ ആ ഊരാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഈ ഒരു വിഷയം കൂടി അവർക്ക്, പുതിയൊരു വിഷയം കൂടി, ഇപ്പം ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം ശരിക്കും ഇസ്രായേലും പാലസ്തീനുമാണല്ലോ അടിച്ചു കിടന്ന രാജ്യങ്ങൾ. ആ ഹമാസൊക്കെ ആണല്ലോ അടിച്ചു കിടന്നത്. അത് മാറി നേരെ എവിടെ പോവുകയാണ്? ഇറാനിലേക്ക് മാറുകയാണ്. മാറുക. അപ്പോൾ ഇറാനിലേക്ക് മാറുമ്പോഴുള്ള അമേരിക്കയുടെ താല്പര്യം കൂടുതൽ എണ്ണയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള, പറഞ്ഞാൽ ഈ അടിയെല്ലാം തുടങ്ങി വെക്കുന്നത് നമ്മുടെ ഇറാൻ തന്നെയല്ലേ? പരസ്യമായി US-നെ ഇല്ലാതാക്കണം, ഇസ്രായേലിനെ ഇല്ലാതാക്കണം എന്ന് ആഹ്വാനം ചെയ്ത് വളരെ വളരെ ഒരുമിച്ച് സൗഹൃദപരമായി പോയ രാജ്യങ്ങൾക്കെതിരെ തിരിഞ്ഞ് മതം കുത്തിക്കയറ്റി അവിടെ ആ രീതിയിലുള്ള ഒരു ഗവൺമെന്റ് കൊണ്ടുവന്ന്, അപ്പോൾ ശരിക്കും ഇത് തുടങ്ങി വെച്ചതിനെ ഇവര് പൂർത്തിയാക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും? എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ പറയുക, മറ്റവരും മോശമല്ല, അമേരിക്കയും എന്തല്ല. അമേരിക്ക സമാധാനമായിട്ട് നിൽക്കുന്നു. അവരും ഈ കുത്തിത്തിരിപ്പിന് എവിടെയെല്ലാം ചാൻസ് ഉണ്ടോ? ഇസ്രായേലൈറ്റ്സോ? ഇസ്രായേലിൻ്റെ പ്രശ്നം എന്താണ്? ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം പോയാൽ ഇസ്രായേലിന്റെ പിന്നെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇസ്രായേൽ വളരെ ചെറിയൊരു ഏരിയ, പക്ഷെ അവർ കേരളത്തിന്റെ അത്രേ ഉള്ളൂ. അതൊന്ന് അടിച്ചിട്ട് അത് തീരും. വർഷക്കാലം അവർ ഈ അസഹനീയമായ രീതിയിലെ ടോർച്ചർ സഹിച്ചിട്ടാണ് അവർ ഇപ്പോഴും ഈ കാണുന്ന രീതിയിൽ എത്തിയത്. മാത്രമല്ല, അവര് ഒരു കാലഘട്ടത്തിൽ യഹൂദന്മാരെന്ന് പറഞ്ഞ് ജൂതന്മാരെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ അവർ സഞ്ചരിച്ചിട്ട് ഒരു മനുഷ്യരെ അവരെ കയറ്റില്ല. ഇന്ത്യയിൽ പിന്നും കുറച്ച് പേരെ കയറ്റി, കൊച്ചിയിലെ കുറച്ച് പേരെ കയറ്റി, വേറെ ഒരു മനുഷ്യരാരും കയറ്റിയില്ല. അവര് ശരിക്കും ബിൽഡ് ചെയ്തെടുത്ത രാജ്യമാണത്. ഇസ്രായേലുകാർ അത് ആ ഭാഗം നമ്മൾ സമ്മതിച്ചു. നമ്മളിപ്പോൾ നെതന്യാഹു കാണിക്കുന്ന തോന്നിയവാസങ്ങളും അമേരിക്കയോട് ചേർന്ന് നിന്ന് കാണിക്കുന്ന ഈ അഭ്യാസങ്ങളും ഒഴിച്ചാൽ അവരൊരു രാജ്യമെന്നുള്ള നിലയിൽ അവരവിടെ അത്ഭുതങ്ങൾ, കൃഷിയിലൊക്കെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കണം. നമ്മളിവിടുത്തെ ആളുകളൊക്കെ പോയി പഠിക്കുന്നുണ്ട്, മന്ത്രിമാരൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കണം. ഇപ്പോൾ ഒരു മണലിലാണ് അവർ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന കൃഷിയൊക്കെ ചെയ്യുന്നത്. അത്രയും. പിന്നെ അതുപോലെ ആയുധത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ വലിയ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് മാറിയ ഒരു രാജ്യമാണ്. അവർക്ക് പോകാൻ ലോകത്തൊരു രാജ്യവും ഇല്ല. അതും പ്രധാനമാണ് കേട്ടോ. യഹൂദന്മാരെന്നുള്ള നിലയിൽ, ജൂതന്മാരെന്നുള്ള നിലയിൽ അവർക്ക് വേറെ രാജ്യത്ത് പോകാനൊരു ഇടവുമില്ലല്ലോ. നമ്മൾ ഇന്ത്യയിലെ ഹിന്ദുക്കളെ കഥ പറയും പോലെ, ഇവിടെ എന്ത് ന്യായം പറഞ്ഞാലും ഹിന്ദുക്കൾക്ക് പോകാൻ മറ്റൊരു രാജ്യമില്ലല്ലോ, ഇവിടെ എല്ലാം നിന്നല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇവരോടെ നിന്നേ പറ്റുള്ളൂ. പക്ഷേ അടിച്ചടിച്ച് തുടങ്ങി എന്നാൽ മറ്റവരെന്ത് ചെയ്യുന്നതാണ്. അപ്പം ഇതിനിടയ്ക്കൊരു ഇറാൻ കാണിച്ചിട്ട് മറ്റൊരു പ്രശ്നമുണ്ട് കേട്ടോ. അത് നമ്മൾ പറയുമ്പോൾ ഈ 2 നേഷൻ തിയറി ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അതായത് പാലസ്തീനും ഇസ്രായേലും 2 രാജ്യങ്ങളായിട്ട് അംഗീകരിക്കാം എന്നൊരു തിയറി പലവട്ടം ആര് കൊണ്ടുവന്നു? ഐക്യരാഷ്ട്രസഭ കൊണ്ടുവന്നു. ഇതിനെ മൊത്തം പൊളിച്ചതാരാണ്? ഇറാനാണ്. അപ്പോൾ ഇറാന് വേറെ താല്പര്യം എന്തോ കിടക്കുന്നു. അല്ലെങ്കിൽ ഹമാസിനെ, ഇവർക്ക് സത്യം പറഞ്ഞാൽ അതൊരു ജൂതരാഷ്ട്രം, അത് ഇല്ലാതെയാക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് അങ്ങനെ ഇല്ലാതാക്കാൻ എളുപ്പമല്ലല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറഞ്ഞു, ജെറുസലേം യേശുവുമായി ബന്ധപ്പെട്ടിടത്തോളം എന്തുകൊണ്ട് 3 നേഷൻ ആക്കുന്നതിനെ കുറിച്ച് ചില ചർച്ച വന്നു. പാലസ്തീൻ്റെ പടിഞ്ഞാറൻ ഭാഗവും കിഴക്കൻ ഭാഗമായിട്ട് 2 ഭാഗമായിട്ട് തിരിക്കുകയും, പിന്നെ ഇസ്രായേൽ ഒരു രാജ്യം, പാലസ്തീൻ വേറൊരു രാജ്യം, ഈ ജെറുസലേമിനെ 2 ഭാഗമായിട്ട് തിരിക്കുന്നു. എന്നിട്ട് 2 ഭാഗം വന്നിട്ട് അതിന് ഈ വത്തിക്കാൻ സിറ്റിയൊക്കെ പോലെ, വത്തിക്കാൻ സിറ്റി ചെറിയൊരു തിരുവനന്തപുരം പോലെ ചെറിയ സിറ്റി അല്ലേ, ഒരു രാജ്യമാണ്. പക്ഷെ അങ്ങനെയെങ്കിലും ഒരു അധികാരം കൊടുത്തുകൊണ്ട് ഇവരുടെ തല്ല് നിർത്താൻ പറ്റുമോ എന്നൊരു ശ്രമവും നടന്നു. പക്ഷെ ആ ശ്രമത്തെയും പൊളിച്ചതാരാ? ഇറാനാണ്. അപ്പോൾ ഈ ശ്രമങ്ങളെല്ലാം ഇറാൻ എന്ത് ചെയ്യുന്നു? പൊളിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അവരെന്ത് ചെയ്യുന്നു? സമരം ചെയ്യുന്നു. അറബ് സമരം ചെയ്യുന്നു, ഇറാഖുമായി സമരം ചെയ്യുന്നു. അപ്പോൾ അവരും മോശക്കാരല്ല. നമ്മൾ ഈ വൺ സൈഡ് മാത്രം സംസാരിച്ച് പോകാൻ പറ്റില്ലല്ലോ. കാരണം 2 വശത്തും എന്തുണ്ട്? ഒന്ന്, നിലനിൽപ്പിൻ്റെ വിഷയം സമ്മതിച്ചു. രണ്ടാമത്തെ വിഷയം ഈ ഞാൻ പറഞ്ഞില്ലേ, യുറേനിയം, ആണവായുധം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. പിന്നെ ഈ മതപരമായിട്ടുള്ള ഈ ജെറുസലേം, അതുമായി ബന്ധപ്പെട്ട് നമുക്കിനി 2015 ആണവ കരാറിനെ പറ്റി സംസാരിക്കാം. ആ സമയത്ത് ഉണ്ടായിരുന്ന ക്ലോസ് എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് 2018 ആണെന്ന് തോന്നുന്നു അതിൽ നിന്ന് പിന്മാറിയത്? എന്തുകൊണ്ടായിരിക്കും അത്? അല്ല, അതിനെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ വിഷയം എന്താണ്? അവർക്ക് ലോകത്തിൻ്റെ എന്ത് കിട്ടണം? ആയുധമായാലും എന്തായാലും അവർക്ക് അതിന് കൃത്യമായ അപ്പർ ഹാൻഡ് കിട്ടണം. ആ അപ്പർ ഹാൻഡ് കിട്ടാതിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഇപ്പോൾ ആണവ കരാർ കൊണ്ടുവന്ന് വിചാരിക്കുക. ആണവ നിരായുധ കരാറാണ്, ആണവ കരാറല്ല. ആണവായുധം യുദ്ധപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ല എന്നുള്ള നിരായുധീകരണ കരാറാണ്, അല്ലാതെ ആണവ കരാറല്ല ശരിക്കും. അപ്പോൾ നിരായുധീകരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു കരാർ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവരുടെ ആണെങ്കിൽ എല്ലാ പവറും ഉണ്ട്. മാത്രമല്ല, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആ സമയത്തും
ഏറ്റവും കൂടുതൽ ഫാർമസ്യൂട്ടിക്കൽസും യുദ്ധോപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രാജ്യങ്ങളിൽ മുന്നിലാണ് അമേരിക്ക. അപ്പോൾ രണ്ടും ലോകത്ത് വലിയ ഡിമാൻഡുള്ളതാണ്. ഒന്ന് യുദ്ധോപകരണങ്ങൾ വലിയ ഡിമാൻഡാണ്. യുദ്ധം കഴിഞ്ഞുണ്ടാകുന്ന ഫാർമസ്യൂട്ടിക്കൽസിൻ്റെയും മെഡിസിൻ്റെയും ആവശ്യവും വളരെ വലുതാണ്, ചെറിയ ആവശ്യമല്ല അത്. യുദ്ധത്തിൽ പോകുന്നവരുടെയും കുടുംബങ്ങളുടെയും പിന്നെ ചത്തു പോകുന്നവരെയും ജീവിച്ചിരിക്കുന്നവരുടെയൊക്കെ വലിയ മെഡിസിനാണ് പിന്നെ വേണ്ടി വരുന്നത്. അപ്പോൾ ഇതെല്ലാം വലിയ കച്ചവടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആണവ കരാർ വന്നിട്ടും ആ കരാറിന് എന്ത് ചെയ്യുന്നില്ല, ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഓരോരുത്തർ അവരുടെ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇത് സമ്മതിക്കുന്നില്ല. സമ്മതിച്ചു പോയാൽ ട്രംപ് അത് യൂസ്ലെസ് ആണെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് മാത്രമല്ല, ഐക്യരാഷ്ട്രസഭ യൂസ്ലെസ്, ഐക്യരാഷ്ട്രസഭ യൂസ്ലെസ് ആണ്. അതിന് 5 പിന്നെ യൂണിസെഫ് യൂസ്ലെസ് ആണ്, UN യൂസ്ലെസ് ആണ് എന്ന് പറയുകയാണ് ട്രംപ്. അപ്പോൾ അത് ഒരു ഭരണാധികാരികളുടെ തലയ്ക്ക് പിടിക്കുന്ന ഓളങ്ങളുടെ ചില പ്രശ്നം. ഇപ്പം ഞാൻ വീണ്ടും പറഞ്ഞില്ലേ, ഖമേനി വരുന്നതിന് തൊട്ട് മുമ്പ് 79-ന് തൊട്ട് മുമ്പ് എത്രയോ മനോഹരമായിട്ട് കുറേ കാലം അവർ പോയ രാജ്യമാണ് പേർഷ്യ എന്ന് പറയുന്നത്. ഇറാൻ എന്ന പേര് പോലും അല്ലായിരുന്നു. പക്ഷെ അവിടെ നിന്ന് മാറി അത് തികച്ച ഒരു മതത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച രാജ്യമായി അവർ അതിനെ വളർത്തിയെടുത്തു. അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. അവിടെയുള്ള ആളുകൾ, ഇറാനിലുള്ള ആളുകൾ ഇപ്പോൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലോ. കാരണം മതപരമായ ഒരു ഭരണമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള ആൾക്കാർ ഒരു മെജോറിറ്റി, ഞാൻ ചോദിക്കുകയാണ്, ഒരു റെജിം ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടോ? മെജോറിറ്റി ആളുകൾ മതത്തിൽ നിന്ന് വിട്ടുപോകാൻ അവർ താല്പര്യമില്ല. മുസ്ലിം മതത്തിൽ നിന്ന് മാറുന്നവർക്ക് താല്പര്യമില്ല. പക്ഷേ ലിബറേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരെ എൻജോയ് ചെയ്തിരുന്നു, ആ ജനത അത് എൻജോയ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, അതവർ ആഗ്രഹിക്കുന്നുണ്ട് ആ സമൂഹം. പ്രത്യേകിച്ച് ന്യൂജനെ നമുക്ക് അങ്ങനെ പിടിക്കാൻ പറ്റില്ല. അവർ ഇതെല്ലാം മതത്തിന് അതീതം. ഇപ്പോൾ AI-യുടെ യുഗമാണ്. പക്ഷെ ഇപ്പോൾ ആക്ച്വലി ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അത് ഇവിടെ ചർച്ചയാവുന്നു. എന്തിന് ഇത്രയും പേരെ കൊന്നൊടുക്കി എന്നൊരു ചോദ്യം വരുന്നു, വിച്ച് ഇസ് വെരി വാലിഡ് ആൻഡ് റെലവൻറ്റ്. പക്ഷേ അവിടുത്തെ ഭരണം ആരും ചർച്ച ചെയ്യുന്നില്ല. അവിടെ എത്ര ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയാണ്. അവിടെ ഉണ്ടായ ഒരു കേസ് ഇടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ, റേപ്പ് ചെയ്തൊരു സ്ത്രീ തിരിച്ചു കൊന്നപ്പോൾ ആ സ്ത്രീയെ കൊന്നുകളഞ്ഞു. ഇത്തരം നിയമങ്ങളൊക്കെ പ്രിവലന്റ്. മാത്രമല്ല, ഒരു സ്ത്രീ കാറിലിരുന്ന് യാത്ര ചെയ്തപ്പോൾ, ബാക്കിലിരുന്ന് യാത്ര ചെയ്തപ്പോൾ അവരുടെ തട്ടം ഒന്ന് താഴെ വീണു. അത് ക്യാമറയിൽ വന്നു. ആ സ്ത്രീയെ ബാക്കിൽ പിന്നെ അവർ മെസ്സേജ് കൊടുത്തു. പിന്നെ പോലീസ് ബാക്കിലേ പോയി വെടിവെച്ചു. അവർ കുറേ കാലം ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ 500-ഓളം മനുഷ്യാവകാശ പ്രവർത്തകരെങ്കിലും കുറേ വർഷങ്ങളായിട്ട് ആര് കൊന്നിട്ടുണ്ട്? ഇറാൻ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് ഒരു മതരാജ്യം എന്നതിനപ്പുറം നമുക്ക് മറ്റു ചില കാര്യങ്ങൾ ഇറാൻ ചെയ്യുന്നുണ്ട്. 9 വയസ്സുള്ള ചെറിയ കുട്ടികളെയൊക്കെ കല്യാണം കഴിക്കുന്നു. 13 വയസ്സായിരുന്നു അത് ഇദ്ദേഹം വരുന്നത്. 79 വരെ 13 വയസ്സായിരുന്നു കല്യാണപ്രായം. ഇവരെന്ത് ചെയ്തു? അതിനെ കുറച്ചു എന്ന് മാത്രമല്ല, 13 വയസ്സിന് മുമ്പ് കല്യാണം കഴിച്ചാൽ ശിക്ഷയുമാണ്. ചെറിയ കുഞ്ഞുങ്ങളെ, പ്രായമാകാത്ത കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ അവർ തയ്യാറുള്ള, അല്ല അത് ചെയ്തില്ലെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞ് ജയിലിൽ പിടിച്ചിടുന്ന ഒരു മതവ്യവസ്ഥ. അവർ നബി ഏതോ പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നു എന്നാണ് പറയുന്ന ന്യായം അതിനകത്ത്. അത് വേറെ കഥയാണ്. അത് ഈ കഥയായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ അവരിങ്ങനെ പറയുകയാണ്, നബി ചെറിയ കുട്ടിയെ കല്യാണം കഴിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന. പക്ഷേ നമ്മളത് മനസ്സിലാക്കും. ഒന്ന് കോണ്ടസ്റ്റ് വേറെ, കാലം വേറെ, സമയം വേറെ, ഒക്കെ പല കാലഘട്ടമാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ പെൺകുട്ടികളെ ആവട്ടെ, സ്ത്രീകളെ ആകട്ടെ, മനുഷ്യാവകാശ പ്രവർത്തകരാകട്ടെ വലിയ തോതിലാണ് അത് അവർ ചെയ്യപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു 79-ൽ 444 US പൗരന്മാരെ അവിടെ പിടിച്ചിട്ടിരുന്നു. അത് പിന്നെ കാർട്ടറിൻ്റെ അമേരിക്കയിൽ അന്ന് കാർട്ടറാണ് ഭരണാധികാരി, പ്രസിഡന്റ്. അദ്ദേഹം പരാജയപ്പെട്ടു പോയല്ലോ. പിന്നെ റൊണാൾഡ് റീഗൻ വന്നപ്പോഴാണ് എന്ത് ചെയ്തത്, ഇവരെ റിലീസ് ചെയ്തത്, ഈ 444 പേരെ. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വളരെ വളരെ പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ തെമ്മാടിത്തരവും ഇറാൻ കാണിച്ചു. എന്നാൽ അതേ ഇറാൻ നോക്കണം, GCC-യിൽ ഇസ്ലാം മതമല്ലേ. ഇപ്പോൾ ദുബായ്, അബുദാബി പോലുള്ള എല്ലാ രാജ്യങ്ങളും ഇസ്ലാം മതമാണല്ലോ. അവിടെ ഈ തോന്നിയവാസമൊന്നും ഇല്ലല്ലോ. ആളുകൾ വളരെ സന്തോഷത്തോടുകൂടി കഴിയുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ഇതല്ല, ഇത് ഒരു ഓരോ ഇപ്പം നമ്മൾ ട്രംപിൻ്റെ കാര്യം പറഞ്ഞ പോലെ, ഖമേനിയുടെ കാര്യം പറയുന്നത്, ഓരോ ഭരണാധികാരികൾക്ക് തലയ്ക്ക് വരുന്ന ഓളം അനുസരിച്ച് ആ സമൂഹത്തെ എന്ത് ചെയ്യണം, അവർ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലിബറേഷൻ അവിടെ സംഘടിതമായിട്ടില്ലെങ്കിലും അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി ഇങ്ങനെ ഒരു മരണം നടന്നപ്പോൾ എല്ലാവരും അത് ആഘോഷിച്ചു. അതാ ഞാൻ പറഞ്ഞത്, സംഘടിതമായിട്ട് അവരിപ്പോൾ വന്നില്ല. ഒരുപക്ഷെ സംഘടിതമായി വന്നിരുന്നേ അവരെ കൊന്നുകളഞ്ഞനെ.
ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഉള്ളതുപോലെ വലിയ സംഘടനകൾ വല്ലതും ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവരെ കൊന്നു കളഞ്ഞേനെ. അതുകൊണ്ടാണ് അവർ സംഘടന ഉണ്ടാക്കാത്തത്. പക്ഷേ അവർ വളരെയധികം മോചനം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു തമാശ എന്ന് പറയുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഡൊണാൾഡ് ട്രംപിന്റെ കാര്യം ചോദിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഒരിക്കലും ഇസ്രായേലിന് ഡയറക്റ്റ് കയറി അറ്റാക്ക് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് ഭരണത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ സാധിക്കുമെന്ന് തോന്നില്ല. അതായത് US പുറകെ കൂടെ നിൽക്കുന്നു എന്ന ധൈര്യത്തിലാണ് ഇവർ ഒരുമിച്ചാണല്ലോ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൽ പുള്ളിയുടെ പങ്ക് ഇതിൽ എത്രത്തോളം ഉണ്ട്? മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഇങ്ങനെ ഒരു അടി ഇറാനിലേക്ക് ഉണ്ടാവുമായിരുന്നെന്ന്. അല്ല, അടി ഉണ്ടാവില്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം പരമ്പരയായിട്ട് ഇങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം നിൽക്കുന്നത് കൊണ്ടും ഹമാസ് വെറുതെ ഇരിക്കാത്തത് കൊണ്ടും. ഹമാസ് വെറുതെ ഇരിക്കൂലല്ലോ. അതിനുള്ള ധൈര്യം US-ന് അല്ല, US എന്ന് ഞാൻ പറഞ്ഞ ഹമാസിന്റെ കാര്യം വെറുതെ ഇരിക്കാത്തത് കൊണ്ടും, അതുപോലെ തന്നെ ഹിസ്ബുള്ള, മുജാഹിദീൻ എന്ന് പറഞ്ഞ ആ ടീമുകളെല്ലാം ആരും ഇളക്കി വിടുന്നുണ്ട്. ഇറാൻ ഇളക്കി വിടുന്നുണ്ട്. ഇപ്പം 23 അടിച്ചത് ഒരു കാര്യമില്ലാതെ ഇസ്രായേലിനെ കയറി അടിച്ചത്, ഹമാസ് കയറി അടിച്ചത് അതിന് മുമ്പ് ഉടനെ പെട്ടെന്നൊന്നും ഒരു കാര്യമില്ലായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്രയും ഒരു ബലം. പക്ഷേ ഇല്ലെങ്കിലും ഈ സംഘർഷം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ കഴിഞ്ഞ ഒരു 100 വർഷത്തിൽ കൂടുതലായിട്ട് ഇത് മതപരവും രാഷ്ട്രീയവും എല്ലാം കൂടി ചേർത്തിട്ടുള്ള സംഘർഷം ഇങ്ങനെ പുകഞ്ഞ് കിടക്കുന്നു. ഇതിന് യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ഇറാന് ശരിക്കും ഇതിൽ നിൽക്കാനായിട്ട് സാധിക്കും. കാരണം ഇപ്പോഴേ അവരുടെ എയർഫോഴ്സ് വീക്കാണ്, എക്കോണമിക്കലി വീക്കാണ്. അപ്പോൾ അവർക്കത് തുടർന്ന് പോകാൻ പറ്റുമോ? കാരണം അവരുടെ ഇറാന്റെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങളുടെ പകുതിയോളം നശിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഓൾറെഡി പറയപ്പെടുന്നത്. അപ്പോൾ അവർക്ക് ഇനി ഇത് മുന്നേക്ക് അവർക്ക് ഒരു അഡ്വാൻറ്റേജ്, ചൈന മിനിങ്ങാന്ന് പരസ്യമായിട്ട് എന്ത് ചെയ്തു? അവർക്ക് സപ്പോർട്ട് കൊടുത്തു. പക്ഷെ സപ്പോർട്ട് കൊടുക്കുക അല്ലാതെ യഥാർത്ഥത്തിൽ അല്ല, ഞാൻ പറഞ്ഞത് വാക്കാലുള്ള സപ്പോർട്ട് കൊടുത്തു. റഷ്യ സപ്പോർട്ട് കൊടുത്തു. റഷ്യ സപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇനി തിരിച്ച് ചിന്തിക്കുക, നമ്മൾ വേറൊരു തരത്തിൽ ചിന്തിക്കുക. ഇപ്പൊ ഇറാനും അല്ലെങ്കിൽ ഈ GCC രാജ്യങ്ങളിൽ നിന്നൊക്കെയാണല്ലോ എണ്ണ ഒരുപാട് രാജ്യങ്ങൾ വാങ്ങുന്നത്. പിന്നെ റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത്. റഷ്യ അതിൽ പിടിച്ചാൽ, യുദ്ധത്തിൽ പിടിക്കണ്ട, എണ്ണയിൽ പിടിച്ചാൽ അത് ബുദ്ധിമുട്ട് വരും. ലോകത്തിന് ബുദ്ധിമുട്ട് വരും. ഇന്ത്യക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് വരും ഇങ്ങനെ എണ്ണയുടെ കാര്യത്തിൽ. ഇപ്പം തന്നെ പിന്നെ ഈ ഇറാനിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ഫലമായി കപ്പൽ പാത അടച്ചതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് എണ്ണയുടെ പ്രതിസന്ധി നമുക്ക് ജസ്റ്റ് ഇപ്പം റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇതിനിടയിൽ ബുദ്ധിമുട്ടാവേണ്ട സമയമായി. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. നമുക്ക് പെട്രോളിയം ആയാലും അതുപോലെ ഗ്യാസ് ആയാലും നാളെ എന്തൊക്കെ വിഷയങ്ങൾ ഇന്ത്യക്ക് പ്രശ്നം ഉണ്ടാവും, ഇത് തുടർച്ചയായി ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ എക്കോണമിക്കലി ഹൗ ഇസ് ഇന്ത്യ ഗോണ ഗെറ്റ് എഫക്ട്? അതായത് ഇന്ത്യയിൽ നിന്ന് UAE മാത്രം, UAE എന്ന 5 രാജ്യങ്ങൾ, ദുബായ്, അബുദാബി, റാസൽ ഖൈമ തുടങ്ങിയ 5 രാജ്യങ്ങളിൽ മാത്രം 30 ലക്ഷം ആളുകളുണ്ട് ഇന്ത്യയിൽ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഇറാൻ, ഇറാഖ്, പിന്നെ അതുപോലെ തന്നെ ലെമൻ, ഇങ്ങനെ എല്ലാം കൂടി ഒരു മുസ്ലിം രാജ്യങ്ങൾ എടുക്കുക, മറ്റേ അമേരിക്കയും യൂറോപ്പും വിട്ടേക്കുക. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എടുത്താൽ 1 കോടി ആളുകൾ എവിടെ നിന്നുണ്ട്? ഇന്ത്യയിൽ നിന്ന് 1,10,00,000 മറ്റു ആളുകൾ എവിടെ നിന്ന്? ഇന്ത്യയിൽ നിന്നുണ്ട്. ഒന്നാമത്തെ വിഷയം. 2, കേരളത്തിൽ നിന്ന് വലിയൊരു സംഖ്യ, ഈ പറയുന്ന ഈ 1 കോടിയിൽ മഹാഭൂരിപക്ഷം എവിടെ നിന്നാണ്? കേരളത്തിൽ നിന്നാണ്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളിലെല്ലാം നമ്മുടെ ആളുകൾ സ്റ്റുഡൻസായി പോയി പഠിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളിലെല്ലാം യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുന്നുണ്ട്. എണ്ണ വരുന്നുണ്ട്. ഈ രാജ്യങ്ങളിൽ നമുക്ക് എണ്ണ വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഈ രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? കയറ്റി അയക്കുന്നുണ്ട്. അവരൊരുപാട് രാജ്യങ്ങൾ അവരുടെ പല വസ്തുക്കളും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് സമ്പൂർണ്ണമായി പെട്രോളിയ കാര്യത്തിലാവട്ടെ മറ്റ് പല കാര്യങ്ങളിലും നമുക്ക് ഒരു സ്വയം പര്യാപ്തത ഇല്ല, എളുപ്പമല്ലല്ലോ. അല്ലാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമ്പത്തികമായും സാമൂഹികമായും മാർക്കറ്റിൻ്റെ പ്രശ്നം അനുസരിച്ചൊക്കെ വലിയ അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഒരു നയപരമായ ഒരു അതിനെപ്പറ്റിയും കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. കാരണം ഇന്ത്യ ഇപ്പൊ ഒരു ന്യൂട്രൽ രീതിക്കാണ് നിൽക്കുന്നത്. അതായത് ഇസ്രായേലുമായിട്ട് അറിയാലോ പണ്ട് തൊട്ടേ ഉള്ള ബന്ധമാണ്, വർദ്ധിക്കാൻ പറ്റില്ല. ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അവരുടെ ഏജൻസിയും നമ്മുടെ റോയുമായിട്ടൊക്കെ ടൈപ്പ് ഉണ്ട്. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ലബഹാർ ഇപ്പം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ ഇറാനിൽ. അപ്പം അവിടെ ഒരു പോർട്ട് വന്നാൽ മാത്രമേ സെൻട്രൽ ഏഷ്യയിലോട്ടുള്ള ഒരു സീ റൂട്ട് ആക്സസ് വരികയും നമുക്ക് ഭാവിയിൽ ഗുണം ചെയ്യുകയും ചെയ്യുള്ളൂ. അപ്പൊ ഒരിക്കലും ഇറാനെയും പിണക്കാനായിട്ട് പറ്റില്ല. ഇത് രണ്ടും നിൽക്കുമ്പോൾ ഒരു നയപരമായി ഇങ്ങനെ നിൽക്കുകയാണ്. മാത്രമല്ല ഇതിന്റെ ഫ്യൂച്ചർ എന്താണ്? ഇന്ത്യ ആർക്ക് സപ്പോർട്ട് ചെയ്യും? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ആർക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ നിഷ്പക്ഷത നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഭരണാധികാരിയെ കൊന്നതിനെ എന്ത് ചെയ്യണമായിരുന്നു? തള്ളിപ്പറയണമായിരുന്നു. വേറെ രാജ്യത്തെ ഭരണാധികാരിയെ കൊന്നല്ലോ. അതേസമയം ഈ
സംഘർഷം ഒഴിവാക്കണം എന്നുള്ള സ്ഥലത്തിൽ ഇന്ത്യ എല്ലാ കാലത്തും നെഹ്റുവിൻ്റെ കാലം മുതലേ ഇന്ത്യ എടുക്കുന്ന ഒരു സ്റ്റാൻഡാണ് ഈ നോൺ അലൈൻ മൂവ്മെൻറ്റ്, ചേരിചേരാ പ്രസ്ഥാനം, നമ്മൾ ആരെ കൂടെ ഇല്ല, നിങ്ങളെല്ലാവരും നമ്മളുടെ കാഴ്ചപ്പാട് അതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലൈനാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ഒരു ഇന്ത്യ ഒരിക്കലും മറ്റൊരു രാജ്യത്തെ കയറി എന്ത് ചെയ്തിട്ടുമില്ല. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൊച്ചു കൊച്ചു രാജ്യങ്ങളല്ലേ, അടുത്ത് കിടക്കുന്ന എല്ലാം കുഞ്ഞു രാജ്യങ്ങളല്ലേ, നമുക്ക് വേണമെങ്കിൽ കയറി ആക്രമിച്ച് ബംഗ്ലാദേശും ശ്രീലങ്ക എന്ന കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളല്ലേ, വേണമെങ്കിൽ നമുക്കൊരു സംഘർഷം എന്നും അവിടെ ഒരു സംഘർഷാത്മകമായി നിർത്താം. പക്ഷേ ഇന്ത്യ അത് ചെയ്യുന്നില്ല. ഇന്ത്യ അങ്ങനെ ഒരു സംഘർഷാത്മകമായ ഒരു നിലപാട് ഇന്ത്യ ഒരിക്കലും എടുക്കാറില്ല. ഇങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അങ്ങോട്ട് അടിക്കും എന്നുള്ളതല്ലാതെ ഒരു നിലപാട് നമ്മൾ എടുക്കാറില്ല. സെക്കൻഡ് സ്ട്രൈക്ക് അതേ അത്രേ ഉള്ളൂ. അല്ലാതെ ഫസ്റ്റ് സ്ട്രൈക്ക് നമ്മളതായിട്ട് വരാറേ ഇല്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്കില്ല. അതുകൊണ്ട് മോഡി പറഞ്ഞ നിലപാട് കൊള്ളാം. പക്ഷേ ഇത് കേൾക്കുമ്പോൾ അതാണ് സോണിയാഗാന്ധിയൊക്കെ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ ഈ നിശബ്ദതയും കൊള്ളാം, പക്ഷേ നിഷ്പക്ഷതയിലേക്ക് പോകുമ്പോൾ ഒരു രാജ്യത്തെ ഭരണാധികാരിയെ കയറി എന്ത് ചെയ്തു, വേറെ രാജ്യക്കാർക്ക് ആർക്കും വരാം. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം നാളെ ഒരു ന്യൂക്ലിയർ ബോംബ് നമ്മുടെ ഇറാനിൽ അവർക്ക് ഇപ്പോൾ പണ്ടാണെങ്കിൽ വർഷങ്ങളെടുത്ത് അത് രൂപീകരിക്കാൻ പറ്റുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അവർ സമ്പുഷ്ടീകരിക്കുന്ന രീതി വെച്ചിട്ട് ആഴ്ചകൾക്കകം അവർക്ക് ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ടാക്കാവുന്നൊരു രീതിക്കായി. നാളെ അത് അവർക്ക് കിട്ടിയാൽ പൂർണ്ണമായും ഇസ്രായേലിന്റെ നാശത്തിലേക്ക് അത് പോവില്ല എന്ന് നമുക്ക് പറയാനായിട്ട്. ഇസ്രായേലിന്റെ നാശമല്ല, ലോകത്തിന്റെ നാശത്തിൽ. എന്തുകൊണ്ടാണ് ഈ പിന്നെ നമ്മുടെ ആണവായുധം ഉപയോഗിക്കരുത് പറയുന്നത്? ഇപ്പോൾ തമിഴ്നാട് കൂടംകുളത്തിൽ ആണവായുധത്തിൽ നിന്ന് ഊർജ്ജമാണ് ഉണ്ടാക്കിക്കുന്നത്, സമ്പുഷ്ടീകരണം നടക്കുന്നില്ല അവിടെ. പക്ഷെ അത് പൊട്ടിയാലും നമുക്ക് എന്ത് സംഭവിക്കും? കേരളത്തിൽ ഉൾപ്പെടെ ചെർണോബിൽ സംഭവിച്ചില്ല. ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേലിനും ഉണ്ട് ധാരാളമായിട്ട്. പക്ഷേ ഈ ഇത്രയും വർഷങ്ങൾ അവിടെ എനിക്ക് 40ഓളം വർഷങ്ങളായിട്ടുണ്ടല്ലേ, എന്നിട്ട് കൂടിയും അവരതിനെ വെറുതെ കയറി അങ്ങോട്ട് ഉപയോഗിക്കുന്നില്ല. അവർക്ക് ഭയം. ഇന്ത്യ ഉപയോഗിക്കില്ല, ഒരു രാജ്യക്കാർ ഉപയോഗിക്കില്ല. പക്ഷെ ഇറാൻ പബ്ലിക്കായിട്ട് എനിക്ക് വേണ്ടുന്നത് ഈ രണ്ട് രാജ്യങ്ങളുടെ നാശമെന്ന് പറയുമ്പോൾ അവിടെ ബാക്കിയുള്ള രാജ്യങ്ങളുടെ കയ്യിൽ ഇത് ഉള്ളതിനെക്കാട്ടിലും അധികം ഒരു ത്രെറ്റ് ഉണ്ടോ, അതിനെ പേടിച്ചിട്ട് ഇത് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. അല്ല, അങ്ങനെയുള്ള പ്രശ്നമെന്ന് വെച്ചാൽ അതിനകത്തുള്ള ആണവായുധീകരണം ആണവ ആയുധങ്ങളെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് എത്രയാണ്, ക്വാണ്ടിറ്റി എത്രയാണെന്ന് സംബന്ധിച്ച് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഈ കരാറുണ്ടാവണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണ്, നിങ്ങളതിൽ എത്രയുണ്ടെന്ന് ഞങ്ങൾക്ക് കൂടി അറിയാം. സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമല്ലോ. ഇസ്രായേലും കൊടുത്തിട്ടില്ല. അപ്പോൾ അതേ ഞാൻ പറഞ്ഞു. അപ്പോൾ അവരവരുടെ കയ്യിൽ എത്രമാത്രം ഉണ്ട് എന്ന് ഇന്റർനാഷണൽ കമ്മിറ്റിക്ക് അറിയാൻ പറ്റുന്നില്ല. അറ്റോമിക് ഏജൻസീസ് ഇവിടെ വന്ന് വെരിഫിക്കേഷൻ നടത്തി ചെക്ക് ചെയ്യണം. അതില്ല. ഇത് ശരിക്കും ഇറാൻ ഇത്രമാത്രം ഉണ്ട്, 60% ഇങ്ങനെ സമ്പുഷ്ടീകരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞത് പോലും ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് വന്നതാണ്, അല്ലാതെ അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റിന്റെ ബേസിൽ വരുന്നതല്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു മാത്രം. അപ്പോൾ അതുകൊണ്ട് ഒരു പ്ലാന്റിന് മാത്രമായി അടിച്ചിട്ട് അവിടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് മാത്രമായി തകർത്ത് കളയാതെ മിസൈൽ വിടും പോലെ ആയുധം ഉപയോഗിച്ച് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് അറിയാം, അതിൻ്റെ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നതിൻ്റെ റേഞ്ച് വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് അവർ ത്രെഡൻ ചെയ്യുള്ളൂ, അവർ ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല, അവർ ത്രെഡൻ ചെയ്യും. പക്ഷെ നമ്മളുടെ വിഷയം അതല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, കഴിഞ്ഞൊരു 100 വർഷങ്ങളായി എടുത്താൽ ഈ പശ്ചിമേഷ്യ എന്ന് പറയുന്ന എല്ലാ കാലത്തും എന്താണ്, ഇങ്ങനെ ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയെ കൊല്ലുന്നു, ഇപ്പോൾ ഇദ്ദേഹത്തെ കൊന്നു, സദ്ദാം ഹുസൈനെ നേരത്തെ കൊന്നു, അങ്ങനെ ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് പശ്ചിമേഷ്യ മുഴുവൻ എന്താണ്, അത് ആ രാജ്യത്തിനെ തന്നെ രക്ഷിക്കാൻ എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് അവർ ഏത് അവസ്ഥയിലാണ് വരുന്നത് അതിലേക്ക് തിരിച്ചു പോകുന്നു. അത് എന്നാൽ ഭാഗ്യവശാൽ അവർക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർ സമ്പന്നരുമാണ്. എന്നാൽ ഈ മതത്തിൻ്റെയും ഇതിൻ്റെയും പുറത്ത് അവർ കിടന്ന് സുന്നി എന്നും ഷിയ എന്നും വിവിധ വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് അവർ പരസ്പരം അംഗീകരിക്കാതെ ഒക്കെ നടത്തുന്ന യൂറോപ്പിൽ ഇത്ര ഇല്ലല്ലോ. ഇപ്പോൾ സോവിയറ്റ് റഷ്യയുടെയും ഉക്രൈൻ്റെയൊക്കെ കണക്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയാണ് ഇത്രയും സംഘർഷം നടക്കുന്നത്? അങ്ങനെ സംഘർഷം ഇല്ലല്ലോ. ഇത് വല്ലാത്തൊരു സംഘർഷത്തിലേക്കാണ് പശ്ചിമേഷ്യ എല്ലാ കാലവും ഓരോ വർഷം എടുക്കുമ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു വെൽ പ്ലാൻഡ് അറ്റാക്ക് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലേ? കാരണം ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഹൂതീസ്, ഹിസ്ബുള്ള, ഹമാസ് ഇവരെല്ലാം തന്നെ നശിപ്പിച്ച ശേഷം ഡയറക്റ്റ് ഇറാനിലേക്ക് ഒരു അറ്റാക്ക്, അത് വെൽ പ്ലാൻഡ് അല്ലേ? വെൽ പ്ലാൻഡ് എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, സാധാരണ ഇപ്പോൾ ഇറാൻ അറിയാം അപകടമുള്ള സമയമാണെന്ന് ഇറാൻ അറിയാം. ബംഗറിൽ പോയി ഒളിക്കാൻ പറ്റിയില്ലല്ലോ, ഫാമിലിയെ മാറ്റാൻ പറ്റിയില്ലല്ലോ. വളരെ കൃത്യമായിട്ട് മറ്റേ ഇസ്രായേലിൻ്റെ ചാരസംഘടനയും CIA അമേരിക്കയുടെ ചാരസംഘടനയും വളരെ കൃത്യമായിട്ട് AI വെച്ച്, സാറ്റലൈറ്റ് AI വെച്ച് വളരെ കൃത്യമായിട്ട് ആ ഡേറ്റ് കണക്കാക്കി, അവിടെ യോഗം ചേർന്ന ഡേറ്റ് കണക്കാക്കി, ഫാമിലിയും കൂടെ അകത്തുള്ള ദിവസം കണക്കാക്കി കൊന്നില്ലേ? ഭാര്യയും മരിച്ചല്ലോ, പിന്നെ ചെറുമക്കൾ മരിച്ചല്ലോ, ബന്ധുമിത്രാദികളെല്ലാം മരിച്ചല്ലോ, സൈന്യാധിപൻ മരിച്ചല്ലോ, 40ഓളം പേര് മരിച്ചിരിക്കുകയാണ്. ഈ ഖമേനിയുടെ കൂടെ 40ഓളം പേര് മരിച്ചിരിക്കുകയാണ്. അത്ര വെൽ പ്ലാൻഡായിട്ട് ചെയ്യാൻ CIAക്ക് കഴിഞ്ഞപ്പോൾ എവരുടെ ചാരസംഘടനയും എവരുടെ സംവിധാനം ഇവിടെ പോയി? ഇവരെവിടെ? ബംഗറിൽ പോയില്ലല്ലോ.
അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട, അപ്പം വളരെ പ്ലാൻഡായിട്ട്. പിന്നെ മാത്രമല്ല കുറേ കാലമായിട്ട് ഇയാളെ തട്ടുമെന്ന് ആര് പറഞ്ഞിരിക്കുകയായിരുന്നു? ട്രംപ് പറയുമായിരുന്നു ഖമേനിയെ തട്ടും, കാരണം അതൊരു വാശിയുടെ പുറത്ത് കിടക്കുകയാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 80-കൾ മുതൽ അമേരിക്ക തുടങ്ങിയ ഇതിൻ്റെയൊക്കെ റൂട്ട് നോക്കുമ്പോഴേ നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ ചില സിനിമ, നമ്മൾ ഈ ദേവാസുര സിനിമയെല്ലാം കാണുമ്പോൾ മോഹൻലാലും മറ്റേ ഇയാളുണ്ടല്ലോ, പക അതാണ് അതൊരു നോക്കി അടിക്കുക. നോക്കി അത് അങ്ങനെയാണെങ്കിൽ യുഎസിനെ എല്ലാ രാജ്യങ്ങളും ഭയക്കണം. എല്ലാ നാളെ ത്രെറ്റ് എന്ന് അവരുടെ മനസ്സിൽ തോന്നി അവരപ്പം അടിക്കും. അപ്പോൾ അടിക്കും. അതിനവരെന്ത് ചെയ്യും? ന്യായീകരണങ്ങൾ കണ്ടെത്തും. ആ രാജ്യത്തിനകത്ത് ഇന്ന പ്രശ്നം ഞങ്ങൾ അതുകൊണ്ട് പറയും. അപ്പം ഇപ്പം രാജീവ് ഗാന്ധി മരിക്കുന്ന എങ്ങനെയാണ്? ഇവിടെ ശ്രീലങ്കൻ പ്രശ്നം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്തല്ല രാജീവ് ഗാന്ധി മരിക്കുന്നത്. രാജീവ് ഗാന്ധി മരിക്കുന്നതിന് രാജീവ് ഗാന്ധി കൂടി ഒരു 10 വർഷം കൂടി ഇന്ത്യ ഭരിച്ചെങ്കിൽ ഒരുപക്ഷേ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറുമായിരുന്നു. 18 വയസ്സുകാർക്ക് വോട്ട് കൊടുക്കുന്നു, സാം പിട്രോഡയെ കൊണ്ടുവന്ന് ഇലക്ട്രോണിക് വിപ്ലവം നടത്തുന്നു, കമ്പ്യൂട്ടർ വിപ്ലവം നടത്തുന്നു, IT വിപ്ലവം, അങ്ങനെ വലിയ രീതിയിൽ കയറി വരുന്നു ആര്? രാജീവ് ഗാന്ധി. അപ്പോഴേ വലിയൊരു ഇഷ്യൂ, ചുമ്മാ ആവശ്യമില്ലാത്തൊരു ശ്രീലങ്കൻ ഇഷ്യൂ എടുത്തുകൊണ്ട് വന്ന് അവർക്ക് പണം ആയുധമൊക്കെ കൊടുത്ത് ചാവേറുകളെ ഉണ്ടാക്കി ഇവിടെ മരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞത് ഓരോ സംഭവങ്ങളെടുത്തത് ഓരോ രാഷ്ട്രത്തലവന്മാരെ കൊല്ലുന്നത്. തേർഡ് വേൾഡ് വാർ എന്നതിലേക്ക് ഇത് പോകുമോ? തേർഡ് വേൾഡ് വാർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എപ്പോഴും ഞാനിപ്പോൾ പറയുന്നത്. കാരണം തേർഡ് വേൾഡ് വാർ ഉണ്ടായാൽ പിന്നെ സർവനാശത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ചെറിയൊരു സംഘർഷം ഉണ്ടായാൽ തന്നെ ഉടനെ സമാധാന ചർച്ചയിലൂടെ എല്ലാവരും തയ്യാറാകും. കാരണം അല്ലായില്ലെങ്കിൽ ലോക ഒരു യുദ്ധം എന്തായാൽ പഴയതുപോലെ അല്ല. കാരണം എല്ലാവരും ശക്തരാണ്, മിക്ക രാജ്യങ്ങളും ശക്തരാണ്. മിക്ക രാജ്യങ്ങളിലും ആണവായുധങ്ങൾ, അന്നത്തെ ആണവായുധത്തിന് ഉണ്ടായിരുന്നതിന്റെ ഇരട്ടി ശക്തിയാണ് ഇന്നത്തെ ഓരോ രാജ്യങ്ങളെയും കയ്യിലുള്ളത്. അതുകൊണ്ട് മാത്രമല്ല പഴയ ശാക്തിക ചേരിയുമല്ല ഇപ്പോഴത്തെ ശാക്തിക ചേരികൾ. അതുകൊണ്ട് തന്നെ ഒരു 3-ാം ലോകമഹായുദ്ധം ഉണ്ടാവുക എന്ന് പറയുന്നത് കുറച്ചൊരു നീണ്ട ഒരു ആഗ്രഹമായി പോകാൻ നടക്കാൻ സാധ്യതയില്ല. പക്ഷേ ഈ സംഘർഷം ഇപ്പം ഇദ്ദേഹം പറയുന്ന അനുസരിച്ച് 3 മാസം കൊണ്ട് ഇദ്ദേഹം കൊണ്ടുപോകുന്ന പറയുന്നത് ട്രംപ്. എന്നാൽ 3 ദിവസം കൊണ്ട് നിർത്താൻ അറിയാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ട്രംപ് ഇതിനകത്ത് രസം എന്ന് പറഞ്ഞാൽ, ഇനി അടുത്ത സമാധാന കരാറിൻ്റെ ഫോർമുല എന്തെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരു ഫോർമുല പറയണ്ടേ? ഇപ്പോൾ ആണവ കരാറെന്നൊന്നും പറയുന്നില്ല. ആണവ കരാറെന്നോ ആണവായുധം അറിയണമെന്നൊന്നും ഇപ്പോൾ ട്രംപ് പറയുന്നില്ലല്ലോ. കഴിഞ്ഞ ഒരാഴ്ച ട്രംപ് അതൊന്നും പറയുന്നില്ലല്ലോ. യുദ്ധം എന്ന് തീരും, അല്ലെങ്കിൽ ഒരാഴ്ച ഇവിടെ പോവും, 10 ദിവസം പോകും, അല്ലെങ്കിൽ 3 മാസം കൊണ്ടുപോകും, അല്ലെങ്കിൽ ഉടനെ തീർക്കാം എന്നൊക്കെ പറയുന്നല്ലാതെ. അല്ല, ഈ ട്രംപിൻ്റെ ഉദ്ദേശം എന്താണ്? ട്രംപിൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അണവായുധം ഉണ്ടാവുന്ന കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഇമേജ് ബിൽഡ് ഉണ്ട് അവിടെ. എവിടെ? ഞാൻ മറ്റൊരു കാര്യം ഇമേജ് ബിൽഡിങ്ങിനെ പറ്റി ചോദിച്ചപ്പോൾ ഈ ഇടയ്ക്കാണ് എപ്സ്റ്റീൻ ഫയൽസ്, അത് അവിടെ സംസാരിക്കേണ്ട കാര്യമില്ല, പക്ഷെ ഞാൻ ഒരുപാട് പേജസിൽ കണ്ടൊരു കാര്യമാണ് എപ്സ്റ്റീൻ ഫയൽസിൽ യഥാർത്ഥത്തിൽ പുള്ളി വന്നതിനെ എന്താണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറച്ചു വെക്കപ്പെട്ട് പുള്ളിയെ പ്രൈസ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വന്നു. ഇതൊന്നും ആരും മറക്കണ്ട എന്നുള്ളത്, അതിനെ മറവ് ചെയ്യുന്ന ഒരു രീതിയും കൂടി ഇപ്പം കാണുന്നില്ലേ? അതുണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് അതുണ്ട്. അങ്ങനെ മറവ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞില്ലേ, ഇവർ ലോക പോലീസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ലോകം എങ്ങനെ തിരിയണം എന്ന് തീരുമാനിച്ചിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ഇന്ന് അങ്ങനെ അവർക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. ഇന്ന് അവരത്ര വലിയ ശക്തിയല്ല. അവർ പറയുന്ന അനുസരിച്ച് ലോകരാജ്യങ്ങൾ കേൾക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യയോട് എന്തെല്ലാം ചെയ്തു? 50%, 25% തീരുവ കൊണ്ടുവന്നു, 50% തീരുവയാക്കി. അവസാനം അമേരിക്ക താഴേക്ക് വന്നില്ലേ? അമേരിക്ക താഴേക്ക് വന്നു. ഇന്ത്യ വേറെ ഒത്തീർപ്പുണ്ടാക്കിയെങ്കിൽ അമേരിക്ക താഴേക്ക് വന്നു. റഷ്യയിൽ നിന്ന് ഒരു കാരണവശാലും പെട്രോളിയം വാങ്ങരുത്, അല്ലെങ്കിൽ ഓയിൽ വാങ്ങരുതെന്ന് വളരെ വലിയ നിർബന്ധം അമേരിക്ക പിടിച്ചിട്ട് നമ്മൾ കേട്ടില്ല. വീണ്ടും നമ്മൾ അതിൻ്റെ റേറ്റ് കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പഴയ അമേരിക്കയല്ല, ആ അമേരിക്കയ്ക്ക് ഇമേജ് ഉണ്ടാക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നഷ്ടപ്പെട്ടു പോയ അധികാരത്തിൻ്റെയും ഇമേജിൻ്റെയും പ്രശ്നങ്ങളുണ്ട്. പിന്നെ ലോക സമാധാനത്തിൻ്റെ അവാർഡ് കിട്ടാത്തതിൻ്റെ പകയുണ്ട് പുള്ളിക്ക്. അത് വളരെ വലുതാണ്. അത് ഇൻഡിവിജ്വലാണ് ഇതെല്ലാം. ഒരു വ്യക്തിക്ക് എന്ത് കഷ്ടമാണല്ലോ, ഒരു വ്യക്തിക്ക് പക തോന്നിയാൽ ആ വ്യക്തി ആഗ്രഹിച്ചത് കിട്ടാതിരുന്നാൽ മറ്റൊരു രാജ്യത്തെ നശിപ്പിക്കാൻ പറ്റുന്ന രീതിക്ക്. മാത്രമല്ല ഖമേനിക്ക് പക തോന്നി, ഖമേനിയുടെ മണ്ടയിൽ മതം കയറിയപ്പോൾ അവിടെ ഒരു രാജ്യത്തെ മുഴുവൻ പുള്ളി ഇങ്ങനെ മുൾമുനെ നിർത്തിയല്ലേ. അതാ ഞാൻ ഒരു ഇപ്പോൾ ഹിറ്റ്ലറിന്റെ കഥ എടുത്തു നോക്കൂ, നാസിയുടെ കഥ എടുത്തു നോക്കൂ. ഇസ്ലാമിക് വിപ്ലവം വന്നതോടുകൂടിയാണ് അവിടുത്തെ ഭരണം. അതെ, ഇസ്ലാമിക് വിപ്ലവം എന്ന് പറയുന്നത് ഇസ്ലാമിക് മതത്തിന്റെ നന്മ കൊണ്ടുവരാനുള്ള വിപ്ലവമല്ല, രാഷ്ട്രത്തെ മതവൽക്കരിക്കാനുള്ള നന്മയുടെ വിപ്ലവം അല്ല കൊണ്ടുവന്നത് എന്താണ്? മതം പറയുന്ന കാർക്കശ്യങ്ങളെ എടുത്ത് അതൊരു ജനതയുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കുകയും ആ ജനത സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന ജനതയാണ്. അവിടെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ടല്ലോ, ഇപ്പം ന്യൂക്ലിയർ ബോംബിന്റെ കാര്യം, സമ്പുഷ്ടീകരണം മാത്രമല്ല, യഥാർത്ഥത്തിൽ ഖമേനിയെ കൊന്നുകളഞ്ഞതും ഇത്തരം ഒരു സ്ട്രൈക്ക് നടത്തുന്നതും എല്ലാം അവിടുത്തെ ഭരണകൂടം മാറ്റി
ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് മാറ്റുക എന്നുള്ളത് അതിപ്പോ അങ്ങനെ അത് യാഥാർത്ഥ്യമാണോ അതോ യാഥാർത്ഥ്യമാവാൻ പറ്റില്ലല്ലോ. കാരണം അടുത്ത് വന്നിരിക്കുന്ന പ്രഖ്യാപിച്ചിരിക്കുന്ന ആൾ ഇതിനേക്കാൾ വലിയ തീവ്രവാദിയാണ്. ഉടനെ പ്രഖ്യാപിച്ചിരിക്കുന്ന ആളെന്താ പറയുക, ഇയാളെക്കാൾ വലിയ തീവ്രവാദിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു പരമ്പരയാണ്. അപ്പോൾ അത് ഇതിന്റെ എളുപ്പമല്ല. ഭാവി എന്തായിരിക്കും? ഇവരുടെ ഉദ്ദേശങ്ങളൊക്കെ നടക്കുമോ ട്രംപിന്റെ? ഒരു ഉദ്ദേശം നടക്കാൻ പോകുന്നത് ഇത് കുറച്ച് ദിവസത്തിനകത്ത് എന്ത് സംഭവിക്കും? ഉം. ചെറിയ ബഹളമൊക്കെ ഉണ്ടാക്കി ഉം. അടിച്ച് തീരും. പക്ഷെ തീരുമ്പോഴും എന്താ സംഭവിക്കുന്നത്? മനുഷ്യരാശിയുടെ അല്ല, ഈ പുക എവിടെ കിടക്കും? അകത്ത് കിടക്കും. ഇറാൻ ഇനി അടിക്കും. ഈ ആൽഖ്വയ്ദയെ കൊണ്ടോ ഹമാസിനെ പക്ഷെ കൊണ്ടോ, എന്നിരുന്നാൽ കൂടിയും അവരുടെ പവർ അത്ര സ്ട്രോങ് അല്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞ പെൻറ്റഗണിൽ ചെയ്ത പോലെ എന്തെങ്കിലും ഒറ്റയാൻ അടി അടിക്കാനൊക്കെ ചെറിയ അടിയടിച്ച നാലായിട്ട് തിരിച്ചു വരുന്ന തീർച്ചയായിട്ടും വരും. പക്ഷേ എക്കോണമിക്കലിയും ഇതായാൽ കൂടി എല്ലാവർക്കും വീക്കാണ്. പക്ഷെ പകക്കാരൻ്റെ ഒരു തിയറി എന്താണ്? പകയുടെ തിയറി എന്താണ്? ഞാൻ ചത്താലും മറ്റവൻ ഒന്നെങ്കിലും കൊടുത്തിട്ട് ഞാൻ ചാവണമെന്നാണ്. അതാണ് പകയുടെ തിയറി. എനിക്ക് 10 കിട്ടി, ഞാൻ പക്ഷേ വീണ്ടും അടുത്തെനിക്ക് 100 കിട്ടും, എന്നാലും ഒന്നെങ്കിലും അങ്ങോട്ട് കൊടുത്തിട്ട് പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ പകയുടെ തിയറി വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ വെറുതെ ഇരിക്കാനൊന്നും ഒരു ഇറാൻ സാധ്യതയില്ല. ഉറപ്പായിട്ടും ഒരു മോചനം ഇത്തരം ഭരണത്തിൽ നിന്ന് കാണില്ല അല്ലേ? കുറച്ച് പ്രയാസമാണ്. ഇപ്പോൾ ഉടനെ പ്രയാസമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്ട്രാറ്റജിക് രാജ്യങ്ങളാണ്. ഇപ്പം പിന്നെ ഇസ്രായേൽ അല്ല പാലസ്തീൻ സമ്പൂർണ്ണമായിട്ട് ഇസ്രായേലിൻ്റെ കയ്യിലായെന്ന് വിചാരിക്കുക. ഇസ്രായേൽ ആയിരിക്കില്ല. അവരുടെ സ്വഭാവം മാറും. അവരുടെ സ്വഭാവം മാറും. വീണ്ടും അടുത്ത രാജ്യങ്ങൾ അവർ കീഴടക്കും. തിരിച്ച് പാലസ്തീൻ സമ്പൂർണ്ണമായിട്ട് അല്ല ഇസ്രായേൽ സമ്പൂർണ്ണമായിട്ട് മറ്റവരെ കിട്ടിയെന്ന് വിചാരിക്കുക. അവരും വെറുതെ ഇരിക്കത്തില്ല. കാരണം ഇതൊരു തന്ത്രപ്രധാനമായ സ്ഥലങ്ങളാണ് ഇതൊക്കെ. സ്ട്രാറ്റജിക് അവിടെ ഒരു പിന്നെ ഇതാണ് മിലിറ്ററി സെൻറ്ററും തുടങ്ങി തൊട്ടടുത്ത്. ഇപ്പോൾ ചൈന, നമ്മളെന്തിനാണ് ലഡാക്കും ഈ ബോർഡറും ഒക്കെ നമ്മളവിടെ മനുഷ്യവാസമൊന്നുമില്ല, എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ട്രിക്റ്റായിട്ട് പിടിക്കുന്നത്? അത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയിൽ കയറിയാൽ ബാക്കി സ്ഥലം പിടിച്ചെടുക്കാൻ അവർക്ക് പറ്റും. അതാണ് ഈ രാജ്യങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കിടക്കും. ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചതാണ്. ബ്രിട്ടൻ്റെ റോൾ ഇതുവരെ നമ്മളാരും ലോകത്ത് ചർച്ച ചെയ്തിട്ടില്ല. ബ്രിട്ടനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദുരാഷ്ട്രവാദത്തെയൊക്കെ തകർത്തുകൊണ്ട് ഇസ്രായേലിന് എന്ത് കൊടുക്കുന്നത്, അപ്പോൾ ഈ ഓട്ടോമൻകാരെന്ന് പിടിച്ചെടുക്കുന്നതും. ഓട്ടോമൻ ആയിരുന്നപ്പോൾ അവിടെ മുസ്ലിം രാജാക്കന്മാരും ഭരിച്ചിരുന്നു. അവിടെ അവരെ നിന്ന് പിടിച്ചെടുത്ത് ആർക്ക് കൊടുക്കുന്നത്? ഇസ്രായേലിനെ ഏകപക്ഷീയമായിട്ടാണ് തീരുമാനിക്കുന്നത്. അന്ന് യഥാർത്ഥത്തിൽ ദുരാഷ്ട്രവാദം UN മുന്നോട്ട് വെച്ചതാണ്. അന്ന് ബ്രിട്ടീഷുകാർ കുറച്ചുകൂടെ ഒന്ന് മര്യാദയ്ക്ക് ഇരുന്നെങ്കിൽ ചിലപ്പോൾ അതങ്ങ് നടന്നു പോയേനെ. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനെയും മുറിച്ചൊരു കഥയുണ്ടല്ലോ. ബ്രിട്ടീഷുകാർ മുറിച്ച് രണ്ടാക്കി കൊടുത്ത് ഇവന്മാരെന്നും കിടന്ന് അടിക്കട്ടെ എന്ന് വിചാരിച്ച ഒരു കഥയുണ്ടല്ലോ. ആ ഒരു കഥ, ഒരു സ്ട്രാറ്റജി ഇസ്രായേലും പാലസ്തീനും തമ്മിൽ വരുമെന്ന് കരുതി കൈകാര്യം ചെയ്തു, ബ്രിട്ടീഷുകാർ ചെയ്തു. പക്ഷേ അവരുദ്ദേശിച്ച രൂപത്തിൽ വന്നില്ലെങ്കിലും വേറെ രൂപത്തിൽ എന്ത് ചെയ്തു? ഹമാസിൻ്റെ രൂപത്തിൽ, പിന്നെ ഹിജാബിൻ്റെ രൂപത്തിൽ ഒക്കെ വേറെ ഉള്ളവരുടെ രൂപത്തിൽ, ഇറാൻ്റെ പ്രോക്സികളുടെ രൂപത്തിൽ അത് വന്നു. അപ്പോൾ അവരും മോശമായിട്ട് ഇരുന്നില്ല എന്നാ പറയുക. അത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് ചരിത്രത്തിൽ. മിസൈൽ അറ്റാക്സും ഓയിൽ ടാങ്കർ അറ്റാക്സും ഒക്കെ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കടലിനെ എത്രത്തോളം ഇത് ബാധിക്കും എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഈ യുദ്ധങ്ങൾക്ക് മറ്റൊരു തത്വശാസ്ത്രമുണ്ട്, നമ്മൾ പറയാൻ വിട്ടുപോയി ഇടയ്ക്ക് വിട്ട്. ഈ ആയുധങ്ങൾ ഉണ്ടാക്കിയാലുള്ള ഗുണം എന്താണ്? ഉണ്ടാക്കിയാൽ അത് പരീക്ഷിക്കണം. പരീക്ഷിച്ചാൽ മാത്രമേ അതിൻ്റെ എഫിഷ്യൻസി അറിയാൻ പറ്റുള്ളൂ. ഈ മെഡിക്കൽ സയൻസുകാർ പുതിയ മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പേഷ്യൻറ്റിൻ്റെ അത് പ്രയോഗിക്കണം. അതുകൊണ്ടാണ് ഈ മെഡിക്കൽ റെപ്പുമാർ വന്ന് എന്ത് കൊടുക്കുന്നത്? ഡോക്ടർമാർക്ക് പൈസ കൊടുക്കുന്നത്, സാമ്പിൾ കൊടുക്കുകയും പൈസയും കൊടുക്കും. ഫ്രിഡ്ജ് വാങ്ങിച്ചു കൊടുക്കുക, പൈസ കൊടുക്കുക, മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുക. എന്തിനാണ് ഇത് പരിശോധിക്കണം? എവിടെയെങ്കിലും അത് എലിയിലൊക്കെയല്ലേ പരിശോധിച്ചിട്ടുള്ളൂ, മനുഷ്യരിൽ പരിശോധിച്ചില്ലല്ലോ ഈ മരുന്ന്. അപ്പോൾ ഒരു 100 പേരിൽ പരിശോധിച്ചാൽ മാത്രമേ ഈ മരുന്നിനൊരു പബ്ലിസിറ്റി കിട്ടുകയും 10 ഡോക്ടർമാർ ഇത് എഴുതുകയും ചെയ്യുള്ളൂ. ഓരോ വെപ്പൺസ് പരീക്ഷിച്ച ഒരു രാജ്യവും ബാക്കിയാണ്. അതാ, അങ്ങനെ വെപ്പൺസ് ഉണ്ടാക്കിയാൽ അത് ഇപ്പം നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് പരീക്ഷിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട കൂടി ഉണ്ടായിരുന്നു, ജപ്പാനെ തകർക്കാന്ന് മാത്രമല്ല. അപ്പോൾ ഈ പുതിയ വെപ്പൺസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിലും എന്ത് വേണം? യുദ്ധം വേണം, ലോകത്ത് യുദ്ധം വേണം. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ ഒരു അതിവൈകാരികമായൊരു വിഷയം മാത്രമല്ല. ഇത് ഇത്രയും മാനങ്ങളുണ്ട് അതിനകത്ത്. ആയുധ കച്ചവടം, ആയുധത്തിൻ്റെ എഫിഷ്യൻസി നോക്കൽ, അതുണ്ടാക്കുന്ന യുദ്ധം കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ സാധ്യത, ഇതൊക്കെ വരും. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ കടലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഇതെല്ലാം അയക്കുന്ന കടലിനുണ്ടാകുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന തീർച്ചയായിട്ടും വളരെ വലുതായിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ തന്നെ കടലിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. പ്രത്യേകിച്ച് അറേബ്യൻ സീയും ഇന്ത്യൻ ഓഷനും പസഫിക് ഓഷനും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിഗൗരവമായ രീതിയിൽ അത് ചൂടാവുകയാണ്. നേരത്തെ 20 ഇരട്ടി എന്നുള്ളതിനേക്കാൾ 200 ഇരട്ടി ഇപ്പോൾ ചൂടാവുകയാണ്. 50% കൂടുതൽ പ്ലാസ്റ്റിക് ആയി കഴിഞ്ഞു കടലിൽ. ഇത് രണ്ടും കടലിൽ നിന്ന് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്.
അതിലൂടെ തീർച്ചയായിട്ടും ഈ ബാലിസ്റ്റിക് മിസൈലുകളും ഈ ഡ്രോണുകളും ഇതൊക്കെ അയക്കുകയും അതിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം പോകുന്നത് നല്ലൊരു ശതമാനം കടലിൽ തന്നെയാണ്. അപ്പോൾ കടലിനുണ്ടാകുന്ന ഒരു കരയിൽ മനുഷ്യനാണ് ഇല്ലാതാവാൻ പോകുന്നതെങ്കിൽ കടലെന്ന ആവാസ വ്യവസ്ഥ വല്ലാതെ പോകും. പിന്നെ നമ്മൾ രസകരമായ കാര്യം, കടൽ എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും വലിയൊരു പാർട്ടാണ്. അത് പാർട്ട് നശിക്കുമ്പോൾ എന്ന് തന്നെ എൻവയൺമെന്റ് അങ്ങ് നശിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ റെബേക്കയ്ക്ക് അറിയാമോന്ന് എനിക്കറിയില്ല. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ്റെ, നമ്മളെല്ലാം ഓക്സിജൻ ശ്വസിക്കണമല്ലോ, 75% തരുന്ന ആരാ? കടലാണ്. കരയല്ല. കരയിലെ മരങ്ങൾ തരുന്ന ലിമിറ്റഡ് ആണ്. മരങ്ങൾ തരുന്നു ഓക്സിജൻ, പക്ഷേ അത് ലിമിറ്റഡ് ആണ്. കൂടുതൽ തരുന്നത് കടലാണ്, ആൽഗയും മറ്റ് സംവിധാനം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കടലെന്ന ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ നിങ്ങൾ പ്രതിസന്ധിയാണ്. സയന്റിസ്റ്റുകളും എൻവയൺമെന്റൽ എക്സ്പേർട്സും ഒക്കെ ഇതിനെപ്പറ്റി പഠനം നടത്തുന്നുണ്ടാവുമല്ലോ. ഇത് നിങ്ങൾ ശരിക്കും ഗവൺമെന്റിനോട് പറയുമ്പോൾ അത് അവര് മുഖവരയ്ക്ക് എടുക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ, ഇപ്പം നമ്മൾ പറയും, ഇപ്പം ഇവിടെ തന്നെ നമ്മൾ രാഷ്ട്രീയം പറയാമെന്ന് വിചാരിക്കരുത്. കെ റെയിൽ വന്നു. കെ റെയിലിൻ്റെ പാരിസ്ഥിതിക ആഘാതം പഠിക്കണം എന്ന് കുറച്ച് ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു. ഡോക്ടർ ആർ വി ജി മേനോൻ പോലുള്ള ആളുകൾ കുറച്ച് പേര് പറഞ്ഞു. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? യവന്മാരെല്ലാം വികസന വിരുദ്ധരാണ്, വിദ്രോഹികളെന്നാണ് പറഞ്ഞത്. വികസന വിദ്രോഹികളെന്നാണ് പറയുന്നത്. അപ്പം പരിസ്ഥിതിവാദം പറയുന്നവരും അല്ലെങ്കിൽ ഇത് എൻവയോൺമെൻറ്റിൽ ഇത്രയും കുഴപ്പമുണ്ടാവുമെന്ന് പറയുന്നവരും ആരാണ്? വികസന വിരുദ്ധരാണ്. നമുക്ക് വികസനത്തിൻ്റെ വസന്തമാണ് ആവശ്യം. അത് ഈ പറഞ്ഞ വൻകിട കെട്ടിടങ്ങൾ, വലിയ സൗകര്യങ്ങൾ, വലിയ വിമാനത്താവളങ്ങൾ, എല്ലാം വലിയ സംവിധാനങ്ങളാണ്. അതോടൊപ്പം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ഈ ചേട്ടന്മാരുടെ ആയുധം വിൽപ്പനയും ആയുധത്തിൻ്റെ പുറത്തുള്ള ബഹളങ്ങളും ഇതെല്ലാം കൂടെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് മാനവരാശിയുടെ മുമ്പോട്ടുള്ള യാത്ര സങ്കീർണമായും സംഘർഷാത്മകമായും പോകുന്നു. അതിനിടയിലാണ് മതത്തെയും കൂടി കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഈ പരിപാടിയും കൂടെ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ സംഘർഷത്തിലേക്കാണ് പോകും. പക്ഷേ ഒരു 3-4 ലോക മഹായുദ്ധത്തിലേക്ക് അങ്ങനെ നീണ്ടകാലം പോവുകയോ, പഴയ പോലെ ഇറാൻ ഇറാഖ് 8 വർഷം യുദ്ധം ചെയ്തവർ, അതുപോലൊരു യുദ്ധത്തിലേക്കൊന്നും പോകാനുള്ള സാധ്യത ഇപ്പോൾ ഞാൻ കാണുന്നില്ല. പക്ഷേ ഇത് നീറിപ്പുകയും, ഖമേനി അടിച്ചതിന് പകരം അവരടിക്കും, അവർ വേറെ രാജ്യങ്ങളെ കൂട്ടിയോജിപ്പിക്കും. പിന്നെ UAE ഉപദ്രവിച്ചിട്ടുണ്ട്, അവർ വെറുതെ ഇരിക്കത്തില്ല, ഇറാൻ അവർ പണി കൊടുക്കും. അപ്പോൾ ഇത് വലിയ പണി വരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി ആര് കയറി ഓടും? അമേരിക്ക കയറി ഓടും. അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. എല്ലാം തുടക്കമിടുക, അതിൻ്റെ ഇടയിൽ കൂടെ കയറി ഓടുകയും ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത്. ഇപ്പോൾ ഇറാനെ ഞാൻ പറഞ്ഞല്ലോ, GCC രാജ്യങ്ങളിൽ 7 രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് എന്ത് കാര്യം? പക്ഷെ അവരവിടെയെല്ലാം സൈനിക താവളം ഇട്ടിരിക്കുകയാണ്, മിലിറ്ററി ക്യാമ്പുകൾ ഇട്ടിട്ടുണ്ട് അവരവിടെയെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്ഥലത്തും ഓരോ രൂപത്തിലാണ് ഇടപെടൽ പോകുന്നത്. അവിടെ ആക്ച്വലി മിലിറ്ററി ക്യാമ്പ് ഇട്ടിട്ടുണ്ട്. ആ ബേസ് ഒക്കെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയായിരിക്കുമല്ലോ ഇറാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജനവാസ കേന്ദ്രങ്ങളിലും കയറി അത് വേറൊരു, അതായത് മറ്റടിച്ചാൽ തിരിച്ച് കിട്ടുമെന്ന് അറിയാമല്ലോ. അപ്പോൾ സമ്മർദ്ദം, ഞങ്ങൾ ആദ്യം ഇവിടെ അടിക്കും, രണ്ടാമത് എവിടെ അടിക്കും, ഞങ്ങൾ പ്രശ്നം ആദ്യം ഒരു പ്രശ്നം ഉണ്ടാകാം. ഞങ്ങൾ കുട്ടികളെ, ഇപ്പം ഇസ്രായേൽ പോയിട്ട് 50 കുട്ടികളെയല്ലേ കൊന്നു, 51 കുട്ടികളെയല്ലേ കൊന്നത്. അവർക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ പിന്നെ ബുർജ് ഖലീഫയല്ലേ അവിടുത്തെ ആളുകളെല്ലാം ഒഴിപ്പിച്ചല്ലോ, ഏറ്റവും വലിയ ബിൽഡിങ്ങിൻ്റെ ആളുകളെല്ലാം ദുബായിൽ നിന്ന് ഒഴിപ്പിച്ചല്ലോ. അപ്പോൾ ഒന്ന് യുദ്ധത്തിൻ്റെ ഒരു തന്ത്രമാണ്, പിന്നെ അതിവൈകാരികത ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ ഇറാൻ പ്രശ്നത്തിന് അതിന് വീണ്ടും വളവിട്ട് അതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുകയാണ് US. തീർച്ചയായിട്ടും കളിക്കുകയാണ്. US-ൻ്റെ കളിയുണ്ട്, ഇസ്രായേൽ, പിന്നെ ഇറാനും ഈ പറയുന്ന പ്രോക്സി വെച്ചുള്ള ഹമാസിനെ പോലുള്ള പ്രോക്സി വെച്ചുള്ള കളികളുണ്ട്, US-ൻ്റെ ഈ കളികളുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇസ്രായേൽ ഒരു വശത്ത് ഇസ്രായേൽ നിലനിൽപ്പിനുള്ള കളിയാണ്, മറുവശത്ത് നിലനിൽപ്പിനപ്പുറമുള്ള താല്പര്യങ്ങളും അവർക്കുണ്ട്, വല്ലാത്ത താല്പര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് തുടക്കത്തിൽ നിലനിൽപ്പിന് വേണ്ടിയാണ് തുടങ്ങിയെങ്കിലും പിടിച്ചടക്കി കഴിയുമ്പോൾ അത് വേറെ താല്പര്യമുണ്ട്. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന് മറ്റൊരു വശം എല്ലാവരും പറയുന്നു, യുദ്ധമല്ലേ, നമുക്ക് അതിനെ മനുഷ്യത്വപരമായുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ട് ഒരിക്കലും വേർതിരിക്കാനായിട്ട് പറ്റില്ല. അതങ്ങനെ നടന്നാൽ മാത്രമേ രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു ഓരോ രാജ്യത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇത്തരം യുദ്ധങ്ങൾ എന്നൊക്കെ നമ്മൾ ന്യായീകരിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധം മനുഷ്യരാശിയെ ഭിന്നിപ്പിച്ച് നശിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്ന് നമുക്ക് സമാധാനമായി, സന്തോഷത്തോടുകൂടി, ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ, ഇനി യുദ്ധമൊന്നും ഉണ്ടാവാതെ വളരെ സമാധാന ചർച്ചയിലൂടെ വിഷയങ്ങളെല്ലാം ഒതുങ്ങി സമാധാനപൂർവ്വമുള്ളൊരു ജീവിതം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിനോട്. നന്ദി.